പാർത്ഥസാരഥിരൂപേണ ശ്രാവയിത്വാ ശുഭാം ഗിരം പാർത്ഥസ്യാർത്തിഹരോ ദേവഃ കൃപാമൂർത്തിഃ സ പാതു നഃ. ഹരി ഓം. എല്ലാവർക്കും പൊതുവെ ഏത് രാജ്യത്തിലോ ഏത് മതത്തിലോ ഏത് ജാതിയിലോ ഏത് വയസ്സിലോ ഏത് ലിംഗത്തിലോ ഉള്ള മനുഷ്യനും സഹജമായിട്ട് ക്ഷേമമായിട്ട് ഇരിക്കണം, സുഖമായിട്ടിരിക്കണം, എല്ലാവിധത്തിലുള്ള ക്ഷേമം വേണം എന്നൊരു ദാഹം ഉള്ളിലുണ്ട്. ഈ ദാഹം തീർക്കാൻ തന്നെയാണ് നമ്മൾ ലോകത്തിൽ എല്ലാ സാമഗ്രികളെയും ഉപയോഗിക്കുന്നത്, എല്ലാ അറിവിനെയും ഉപയോഗിക്കുന്നത്. ഈ ദാഹം സൃഷ്ടി ആരംഭം മുതൽക്കുണ്ട്. എല്ലാ കാലത്തും ഉണ്ടായിരുന്നിട്ടുണ്ട്. ഇത് തീർക്കാനുള്ള ഒരു ശ്രമമാണ് മനുഷ്യന്റെ എല്ലാ പ്രവർത്തനങ്ങളും. ആ ദാഹം എവിടുന്ന് വരുന്നു? എല്ലാവർക്കും ഒരേപോലെയാണ് അല്ലെ? ശരീരത്തിലെ ഉള്ള ആഗ്രഹം എല്ലാവർക്കും ഒരേപോലെ അല്ല. മനസ്സിൽ വരുന്ന ആഗ്രഹങ്ങൾ എല്ലാവർക്കും ഒരേപോലെയല്ല. പക്ഷെ ഈ ഒരു ദാഹം മാത്രം ലോകത്തിലെ എല്ലാവർക്കും ഒരേപോലെയാണ്. അത് ഏത് വിധത്തിൽ എന്നുള്ളതിൽ മാത്രം വ്യത്യാസം ഉണ്ടാവും. ചിലർ പണം സമ്പാദിച്ചിട്ട് വിചാരിക്കും, ചിലർ എനിക്കൊരു കുഞ്ഞുണ്ടായാൽ ശരിയാവുമെന്ന് വിചാരിക്കും, ചിലർ കല്യാണം കഴിച്ചാൽ ശരിയാവുമെന്ന് വിചാരിക്കും, ചിലര് നല്ല ആരോഗ്യത്തോടെ ഇരുന്നാൽ ശരിയാവുമെന്ന് വിചാരിക്കും, നേരാനേരം ഊണ് കഴിച്ചാൽ ശരിയാവുമെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ വലിയ പ്രഭാവശാലിയായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് നേടിയെടുത്താൽ, ലോകത്തിൽ വലിയ തന്റെ പ്രഭാവം കാണിച്ചാൽ നന്നാവും എന്ന് വിചാരിക്കും. ആ പാറ്റേണൊക്കെ വ്യത്യാസപ്പെടും. പക്ഷേ ഈ ദാഹം ഒന്നാണ്. ഈ ദാഹം നേരിട്ട് ഉള്ളിൽ എവിടെയോ ഒരു സെന്ററിൽ നിന്ന് വരുന്നുണ്ട്, ഒരു കേന്ദ്രത്തിൽ നിന്ന് വരുന്നുണ്ട്. ആ ദാഹം എല്ലാവർക്കും ഉണ്ട്. ആ ദാഹം തീരാനുള്ള വഴിയാണ് നമ്മൾ ലോകത്തിലൊക്കെ നോക്കണത്. പുറത്ത് എന്തുകൊണ്ട് ആ ദാഹം തീരും എന്ന് നോക്കുകയാണ്. പലതും ചെയ്ത് നോക്കുകയാണ്. ആദ്യം തന്നെ ഉപനിഷത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. ബ്രഹ്മം സ്വയമേവ വിചാരിച്ചു, ഞാനിങ്ങനെ തനിച്ചിരിക്കണം, സദ്വിതീയമൈച്ഛത്, ഞാനൊന്ന് രണ്ടായിട്ട് തീരട്ടെ എന്നാണ്. ഇതൊക്കെ ഭാഗവതത്തിലും വരുന്നുണ്ട്, കഥകളുടെ രൂപത്തില്. കസ്യ രൂപം ദ്വിധാ അഭൂത്, ഞാനൊന്ന് രണ്ടായിട്ട് തീരട്ടെ എന്ന്. സ്ത്രീയും പുരുഷനുമായിട്ട് തീർന്നു എന്നാണ്. അർദ്ധഭൃഗളം ഇവ, ഒരു കടല നടുവിൽ പൊട്ടിച്ചാല് രണ്ട് കടലമണിയായിട്ട് നിൽക്കണ പോലെ സ്വയം തന്നെ തന്നെ പിരിച്ച് രണ്ടാക്കി തീർത്തിട്ട് എന്തിനാന്ന് വെച്ചാൽ സുഖിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ്. ദ്വിതീയത്തിൽ നിന്ന് സുഖം കിട്ടുവോ എന്നുള്ള പരിശ്രമം തുടങ്ങിയതിലാണ് അത്ര സൃഷ്ടി ആരംഭിച്ചത്. വളരെ അതിഗംഭീരമായ ഒരു കാര്യം, വളരെ സുലഭമായ ഒരു ആഖ്യായിക പോലെ ബൃഹദാരണ്യകോപനിഷത്ത് പറയാണ്. അർദ്ധഭൃഗള ന്യായം എന്നാണ്. അർദ്ധഭൃഗളം, ഭൃഗളം എന്ന് വെച്ചാൽ കടല. കടല നടുക്ക് പൊട്ടിച്ചാൽ രണ്ട് കടലയാവണ പോലെ സ്ത്രീയായിട്ടും പുരുഷനായിട്ടും പിരിഞ്ഞപ്പോ സൃഷ്ടിയില് ഈ ലീല തുടങ്ങി.
ശങ്കരാചാര്യര് സൗന്ദര്യലഹരിയിലെ ഒരു ശ്ലോകത്തിൽ ഇത് പറയുന്നുണ്ട്. നമ്മൾ പാട്ട് പാടുമ്പോൾ നമുക്ക് അതിന്റെ ഗാംഭീര്യമൊന്നും മനസ്സിലാവില്ല. എന്നാലും ത്വയാ ഹൃത്വാ വാമം വപുഃ അപരിതൃപ്തേന മനസാം ശരീരാർദ്ധം ശംഭോഃ അപരമപി ശങ്കേ ഹൃദമഭൂത്. ഒരു പകുതി പകുത്തെടുത്തു എന്നാണ്. പകുതി പകുത്തെടുത്തിട്ട് ബാക്കി പകുതിയും കൂടെ വിഴുങ്ങാനുള്ള വ്യഗ്രതയാണത്ര ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ. ഒന്നാവാനുള്ള ശ്രമം. പക്ഷെ ഒന്നാവാനുള്ള ശ്രമത്തിൽ എന്താ, പലതായിട്ട് മാറുകയാണ്, ബഹുവായിട്ട് മാറുകയാണ്. അവിടെ തൊട്ട് തുടങ്ങി. എപ്പൊ ഇത് ഒന്നായ വസ്തു രണ്ടായിട്ട് പിരിഞ്ഞപ്പോ തൊട്ട് ഈ പൂർണ്ണത്വത്തിന് വേണ്ടിയുള്ള യത്നം തുടങ്ങി. സുഖമായിരിക്കാനുള്ള യത്നം തുടങ്ങി. ആ യത്നം തുടങ്ങിയിട്ട് സാധിച്ചില്ല അത്രേ. എന്തൊക്കെയോ ചെയ്തു നോക്കി ലോകത്തിലെ. എങ്ങനെയാ പൂർണ്ണമാവുക എന്ന് ഈശ്വരൻ തന്നെ 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 പലതാക്കി ചെയ്തു. ബഹുസ്യാം. താൻ തന്നെ സ്ത്രീയും പുരുഷനും പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളുമായിട്ട് തീർന്നു. സകല പദാർത്ഥങ്ങളുമായിട്ട് തീർന്നു. ഇത് ഭഗവാന്റെ ലീലയാണെന്നാണ് ഇവ കഥയായിട്ട് പറയുന്നു ശ്രുതി, വേദം. എന്നിട്ട് അവസാനം അനേക പ്രജകളായിട്ട് തീർന്നു കഴിഞ്ഞപ്പോ ഈ ജനങ്ങൾക്കൊക്കെ എല്ലാവരുടെ ഉള്ളിലും തത് സൃഷ്ടുവാ തദേവാനുപ്രാവശ്യത്ത്. താൻ തന്നെ പ്രവേശിച്ച് എല്ലാവരുടെ രൂപത്തിൽ ഇരിക്കുകയാണ് പ്രപഞ്ചത്തിൽ, നാനാ രൂപങ്ങളോടുകൂടെ. ഇപ്പൊ എന്താ, ഈ നാനാരൂപത്തിലുള്ള വ്യക്തികൾക്കൊക്കെ തിരിച്ചു പോവാനുള്ള വഴി അറിയണം, വീണ്ടും ഒന്നാവാനുള്ള വഴി അറിയണം. ഒന്നായ നിന്നയിഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽബദ്ധം ഉണ്ടാവതല്ലവം. ആദ്യം ഒരു അബദ്ധം പറ്റിപ്പോയി എന്നാണ്. ആ ഇണ്ടൽ എന്ന് വെച്ചാൽ ഇവിടെ അബദ്ധം, ഒരു അമളി പറ്റിപ്പോയി. പണ്ടേക്കണക്കെ വരുവാൻ ഉപനിഷത്താണ്. ഉപനിഷത്താണ് മലയാളത്തിൽ, പച്ച മലയാളത്തിൽ പറഞ്ഞ ഉപനിഷത്താണ്. പണ്ടേക്കണക്കെ വരുവാൻ നിൻ കൃപാവലികളുണ്ടാകയെങ്കിലിഹ നാരായണായ നമ. വീണ്ടും രണ്ടില്ലാതാവാൻ വല്ല വഴിയുണ്ടോ ഭഗവാനെ എന്നുള്ളത്. അനേക വസ്തുക്കൾ, പ്രപഞ്ചം അനേകമായിട്ട് പിരിഞ്ഞു, അനേക വസ്തുക്കളുടെ ഉള്ളിൽ പോയി പെട്ടു. ഇനി തിരിച്ചു വരാൻ എന്താ വഴി എന്ന് ആലോചിക്കുമ്പോഴാണ് ബ്രഹ്മം തന്നെ ആദ്യം തന്നെ ചെയ്തു അത്രേ, സ്വയമേവ തന്നെ അറിഞ്ഞു എന്നാണ്. ഇതൊക്കെ വേദമാണ്. ബ്രഹ്മം സ്വയമേവ അഹം ബ്രഹ്മാസ്മി, ഞാൻ തന്നെ ഞാൻ എന്നറിഞ്ഞു അത്രേ. ഞാൻ മാത്രമേ ഉള്ളൂ, അന്യമായൊരു വസ്തു ഒന്നുമില്ല. സകലതും എന്നിൽ അടങ്ങിയിരിക്കണു, ഞാൻ തന്നെ പൂർണ്ണ വസ്തു, എന്നിൽ നിന്ന് അന്യമായ ഒന്നുമില്ല എന്നറിഞ്ഞപ്പോ പൂർണ്ണമായി എന്നാണ് ശ്രുതി തന്നെ ഒരു കഥാരൂപത്തിൽ പറഞ്ഞു തുടങ്ങുന്നത് ഈ കാര്യം. ഇതെന്തിനാന്ന് വെച്ചാൽ ഭഗവാൻ നമ്മളുടെ ജീവിതത്തിനെ മുഴുവൻ ആദ്യം തന്നെ താൻ തന്നെ ഒന്ന് ചെയ്ത് കാണിച്ച് അവസാനിപ്പിച്ച് കാണിച്ചു. മനസ്സിലാവുണ്ടോ? ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് മേലെ പോയോ? ഈശ്വരൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ പ്രക്രിയ മുഴുവൻ ഒരു കഥ കൂടെ പറയാം, എന്നിട്ട് നമ്മൾ വിഷയത്തിലേക്ക് പോകാം. വസിഷ്ഠനെ ബ്രഹ്മാവ് മനസ്സുകൊണ്ട് സൃഷ്ടിച്ചു. സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോ സമാധി സുഖത്തിലിരുന്നു കൊണ്ടാണ് വസിഷ്ഠൻ മുമ്പിൽ നിൽക്കുന്നത്, ബ്രഹ്മാവിന്റെ മുമ്പില്. ഒരു വാക്ക് മിണ്ടിയില്ല വസിഷ്ഠ മഹർഷി. എന്താന്ന് വെച്ചാൽ മിണ്ടാൻ പോലും തന്റെ ഉള്ളിൽ അഹന്തയില്ല, തന്റെ മുമ്പിലിരിക്കുന്ന അച്ഛനെന്നോ താനെന്നോ വിചാരമില്ല, ഞാൻ നീ അവൻ ഒന്നുമില്ല, രണ്ടുപേർക്കും ഭേദമില്ല, പൂർണ്ണ ബ്രഹ്മവസ്തുവായിട്ടിരിക്കുകയാണ് വസിഷ്ഠൻ. അതുകൊണ്ട് വസിഷ്ഠ മഹർഷിക്ക് ഒന്നും പറയാനില്ല. അപ്പൊ ബ്രഹ്മാവ് വിചാരിച്ചു ഇത് ശരിയാവില്ല. എന്താന്ന് വെച്ചാൽ വസിഷ്ഠനെ ലോകത്തില് ഗുരുവായിട്ട് പറഞ്ഞയക്കാൻ വേണ്ടിയിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇദ്ദേഹം പൂർണ്ണമായിട്ട് പോയാൽ ലോകത്തിലുള്ള ആളുകളുടെ ബുദ്ധിമുട്ടൊന്നും ഇദ്ദേഹത്തിന് മനസ്സിലാവില്ല.
ശരി, എന്നപ്പോ ഇദ്ദേഹത്തിനെ അങ്ങോട്ട് ലൗകികനാക്കാം എന്ന് തീരുമാനിച്ചു. ഒരു ശാപം കൊടുത്തു. എന്താ ശാപം എന്ന് വെച്ചാൽ, സൃഷ്ടിയിൽ എന്തൊക്കെ ദുഃഖം ഉണ്ടാവും, പാപികളുടെ ദുഃഖം, പുണ്യം ചെയ്തവരുടെ ദുഃഖം, മൃഗങ്ങളുടെ ദുഃഖം, പക്ഷികളുടെ ദുഃഖം, ഒരു ബാക്ടീരിയ മുതൽക്ക് ഏറ്റവും ഉയർന്ന ഒരു ദേവൻ വരെയുള്ളവർക്ക് എന്തൊക്കെ ദുഃഖം അനുഭവിക്കാൻ പറ്റും, ആ ദുഃഖമൊക്കെ, എന്തൊക്കെ സുഖം അനുഭവിക്കാൻ പറ്റും, ആ സുഖമൊക്കെ നീ അനുഭവിക്കൂ. ഒരു ക്ഷണത്തിലാണ്, ഒരേ ഒരു ക്ഷണനേരം കൊണ്ട് എത്രയോ ജന്മങ്ങള്, എത്രയോ മില്യൺസ് കോടിക്കണക്കിന് ജന്മങ്ങളെ വസിഷ്ഠൻ അനുഭവിച്ചു. അനുഭവിച്ചു കഴിഞ്ഞ് നോക്കുമ്പോ ഇടിച്ച പുളി പോലെ ഇരിക്കണം. എന്നുവെച്ചാൽ മുഖത്തുള്ള തേജസ്സൊക്കെ പോയി, ശാന്തിയില്ല, ചഞ്ചലം, മനസ്സെന്ന് പറയുന്ന സാധനം അങ്ങനെ പെരുത്തു നിൽക്കണു. ആദ്യം മനസ്സേ ഉണ്ടായിരുന്നില്ല അല്ലെ, പൂർണ്ണമായിട്ടിരുന്നു, ശുദ്ധ നിർമ്മലം. കൊച്ചുകുട്ടികളെ കാണുമ്പോ എങ്ങനെ ഉണ്ടാവണോ അതുപോലെ അല്ലേ. കുട്ടികളുടെ അടുത്ത് പോയിട്ട് ഈ കല്യാണം കഴിച്ച ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾ പറഞ്ഞാൽ കുട്ടികൾക്ക് മനസ്സിലാവുമോ? കൊച്ചുകുട്ടിയുടെ അടുത്ത് പോയിട്ട് എന്റെ മകൾക്ക് കല്യാണം കഴിയണില്ല, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് ഭർത്താവും ഭാര്യയുമായിട്ട് ചേർന്നിരിക്കണില്ല, ഈ ബുദ്ധിമുട്ട്, കുട്ടി സന്തോഷമായിട്ടിരിക്കണം അല്ലേ. അപ്പൊ കുട്ടിയുടെ അടുത്ത് പോയി പറഞ്ഞാൽ അതിന് പരിഹാരം കുട്ടിക്ക് പറഞ്ഞു തരാൻ പറ്റുമോ? അല്ല, നിങ്ങൾ പറയണത് മനസ്സിലാവോ? ഇല്ല. അതാണ് പൂർണ്ണത്വം. ആ പൂർണ്ണത്വത്തിൽ ഒരു കുറവുണ്ട്. എന്താന്ന് വെച്ചാൽ അപൂർണത്വത്തിനെ മനസ്സിലാക്കാൻ പറ്റില്ല. ഇംപെർഫെക്ഷനെ മനസ്സിലാക്കാൻ ആ പെർഫെക്ഷനിൽ ഇടയില്ല, സ്ഥലമില്ല. അതുകൊണ്ട് വസിഷ്ഠൻ ആദ്യം പൂർണ്ണമായിരുന്നു. പക്ഷെ ആ അപൂർണത്തിൽ പ്രകൃതിയുടെ വൈകല്യങ്ങളൊന്നും ഉൾക്കൊള്ളപ്പെട്ടിട്ടില്ല. ഇപ്പൊ രണ്ടാമത് എന്തായി, പ്രകൃതിയിൽ അങ്ങോട്ട് കലങ്ങിപ്പോയി, മിക്സായി പോയതുകൊണ്ട് ഇപ്പൊ ഒന്നും ഏഷ്യണയില്ല, ഒരു ശാന്തിയില്ല, സമാധാനമില്ല, സകലത് ദുഃഖം മാത്രമേ ഉള്ളൂ. ഇങ്ങനെ വസിഷ്ഠൻ ഇരിക്കുമ്പോ ബ്രഹ്മാവ് പറഞ്ഞു, ഇപ്പൊ നീ എന്നോട് ഉപദേശം ചോദിക്കുമെന്ന്. വസിഷ്ഠൻ ഉപദേശം ചോദിച്ചു. ബ്രഹ്മാവ് ബ്രഹ്മവിദ്യയെ വസിഷ്ഠ മഹർഷിക്ക് ഉപദേശിച്ചു കൊടുത്തപ്പോ വസിഷ്ഠനോട് പറഞ്ഞു, ഇതിനെ മനനം ചെയ്യും. ഇതൊക്കെ പക്ഷെ വളരെ എളുപ്പത്തിലാണ് അവർക്കൊക്കെ. കുറച്ചു നേരം മനനം ചെയ്തു. വസിഷ്ഠന് ബ്രഹ്മജ്ഞാനം ഉണ്ടായി. തനിക്ക് പ്രകൃതി സംബന്ധമില്ലെന്നറിഞ്ഞു, താൻ പൂർണ്ണമായ വസ്തുവാണെന്നറിഞ്ഞു, ശാന്തനായി. വസിഷ്ഠന്റെ അടുത്ത് പറഞ്ഞു, ഇനി പോയിക്കോളൂ, ലോകത്തിൽ പോയി ആചാര്യനായിരിക്കാം. ഇപ്പൊ ഈ ആചാര്യനിൽ എന്തൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ, ലോകത്തിലുള്ള എല്ലാവരുടെ ദുഃഖവും തനിക്കറിയാം. എന്താന്ന് വെച്ചാൽ എല്ലാവരുമായിട്ട് താൻ ഇരുന്നിട്ടുണ്ട് ഒരു വശത്ത്. ഇതിന് നിവൃത്തിയുണ്ട് എന്നും അറിയാം, പരിഹാരവും താൻ കണ്ടിട്ടുണ്ട്. ആ പരിഹാരത്തിനെയും തന്നിൽ വെച്ചുകൊണ്ട്, ദുഃഖത്തിനെയും തന്നിൽ വെച്ചുകൊണ്ട് നമ്മളെപ്പോലെയുള്ള ആളുകളുടെ ഉള്ളിൽ വന്നിരുന്ന് നമ്മളുടെ ദുഃഖത്തിനൊരു നിവൃത്തി കാണിച്ചു തരിക. അപ്പോഴേ ഇത് പൂർണ്ണമാവുള്ളൂ എന്നാണ്. ഇങ്ങനെ ഒരു പരമ്പരയെ നമ്മുടെ സനാതനധർമ്മത്തിൽ കണ്ടിരിക്കുന്നു. ഈ പരമ്പരയൊക്കെ എവിടെ തുടങ്ങി എന്ന് വെച്ചാൽ ഭഗവാനിൽ തന്നെയാണ് തുടങ്ങിയതെന്നാണ്. എന്നുവെച്ചാലോ, ഏതൊരു ശുദ്ധമായ ബീജത്തിൽ നിന്നും ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടായോ, ആ ശുദ്ധമായ ബീജത്തിൽ പ്രപഞ്ചം എന്ന് പറയുന്നത് കളങ്കപ്പെട്ടു പോയതാണ്. കളങ്കപ്പെട്ടു പോവാതെ നിന്ന അംശത്തിനെയാണ് വേദം എന്ന് പറയണത്. ജ്ഞാനം എന്ന് പറയണത്. ആ ജ്ഞാനത്തിനെയും ഒരു ഒരു സ്രോതസ് പോലെ പരമ്പരയായ ആചാര്യന്മാർ നമുക്ക് കൊണ്ടു തന്നിട്ടുണ്ട്. നമുക്ക് നിവൃത്തി മാർഗം കാണിച്ചു തന്നിട്ടുണ്ട്. ഒരു വശത്ത് ലോകത്തിൽ പൂർണ്ണമായി നമ്മൾ പെട്ടുപോകും, മറ്റൊരു വശത്ത് അതിന് നിവൃത്തിയുണ്ട് എന്ന് പറയാൻ ആരോ കുറച്ചുപേര് അവിടെ ഉണ്ട്. അങ്ങനെ ഇല്ലെങ്കിൽ ആ രാജ്യം
ദേവലോകമാണെങ്കിലും പോയി താമസിച്ചു പോകരുത് എന്നാ പറയണം. സുരേശലോകോപിന തത് സേവ്യതാം. ഭാഗവതത്തിൽ പറയാണ്, ഭഗവാൻ പൃഥു മഹാരാജാവിനോട് ചോദിച്ചു, എന്തു വരവാ വേണ്ടതെന്ന് ചോദിച്ചു. പൃഥു മഹാരാജാവ് പറഞ്ഞു, ഭഗവാനെ, ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് വരമൊന്നും വേണ്ട. ഇനിയിപ്പോ വരം തരണമെന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും അമേരിക്കയിലും സ്വിറ്റ്സർലാൻഡിലും കാലിഫോർണിയയിലും ഒന്നും പോയിട്ട് എനിക്ക് ജനിപ്പിക്കണ്ട. എവിടെ ഋഷികളില്ലയോ, എവിടെ ത്യാഗം, വൈരാഗ്യം, തപസ്, ജ്ഞാനം എന്നുള്ള കഥയില്ലയോ, എവിടെ ഭാഗവതന്മാരില്ലയോ, എവിടെ ഇരുന്ന് സ്വസ്ഥമായിട്ടിരുന്ന് ഭഗവത്ഗീത കേൾക്കാൻ പറ്റില്ലയോ, അവിടെ ഒന്നും പോയി ജനിക്കുന്ന ഒരു ഗതികേട് ഉണ്ടാക്കി തീർക്കരുത് എന്നാണ്. എനിക്ക് ഈ ഭാരതദേശത്തില് എവിടെങ്കിലും ഒരു ജ്ഞാനി തന്റെ അന്തർഹൃദയത്തിൽ അനുഭവിക്കുന്ന വാക്ക് പറയണത് നേരിട്ട് കേൾക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പോലും വേണ്ടില്ല, അത് കൊണ്ടുവരുന്ന വായു എന്റെ മേലെ സ്പർശിച്ചാൽ പോലും മതി എന്നാണ് ഭാഗവതത്തിലെ വാചകം. സുധാ കണാനില എന്നുവെച്ചാൽ ഇതൊരു കവിതയായിട്ട് തോന്നും നമുക്ക്. ഇത് പറഞ്ഞു കേൾക്കുമ്പോ നല്ല കവിതയാണെന്ന് തോന്നും. എന്താന്ന് വെച്ചാൽ നേരിട്ട് കേട്ടിട്ടില്ലെങ്കിലും കാറ്റ് സ്പർശിച്ചാ മതി, അത് മതി. പക്ഷെ അത് സത്യമാണ്. എവിടെ സത്സംഗം നടക്കുന്നുണ്ടോ, നിങ്ങളിവിടെ ഇരുന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ സമാഹിതരായാൽ ഈ അനുഭൂതിയുടെ ആനന്ദം, ശാന്തി ഒരു കാരണമില്ലാതെ വഴിയിൽ പോകുന്ന ഒരാളെ ബാധിക്കും. സൈക്കിക് എനർജിയൊക്കെ ബാധിക്കണു, ഫിസിക്കൽ എനർജി ബാധിക്കണു. ഇത് ഏറ്റവും സൂക്ഷ്മമായ ചിത്ശക്തിയാണ്. അതുകൊണ്ട് നിങ്ങളിവിടെ ഇരിക്കുന്നതിൽ ഒരു 10 പേർക്ക് ശാന്തി ഉണ്ടായാൽ മതി, ഈ മട്ടാഞ്ചേരി മുഴുവൻ നിറയും. അത്ര ലോകത്തിൽ എവിടെയൊക്കെ അതിന് റിസപ്റ്റീവാണ്. ഒരു ചെറിയ ഒന്ന് ആലോചിച്ച് നോക്കൂ, എവിടെയോ കൊണ്ട് പുറപ്പെടുവിക്കുന്ന ഒരു TV സീരിയലോ എന്തോ നമ്മൾ വീട്ടിലിരുന്ന് ഓൺ ചെയ്യുമ്പോൾ കാണുന്നു, അതോ വെറും ജഡമായ ഊർജം അല്ലേ? ഒരു ചൈതന്യം നിറഞ്ഞ ഊർജമല്ല, വെറും ജഡമായ ഊർജം. അത് എവിടെയോ അമേരിക്കയിൽ റിലേ ചെയ്യണത് നിങ്ങൾക്ക് പറ്റിയ ഇൻസ്ട്രുമെന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിലിരുന്ന് പിടിച്ചെടുക്കണു. അതിന് പറ്റിയ ഇൻസ്ട്രുമെന്റ് വേണം, അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് അവിടെ നടക്കുന്നത് സാറ്റലൈറ്റിലുള്ളത് ഇവിടെ പിടിച്ചെടുക്കണം, സ്പേസിലുള്ളത് പറ്റിയ ഇൻസ്ട്രുമെന്റ് ഉണ്ടെങ്കിൽ പിടിച്ചെടുത്തു. പക്ഷെ ആ ഇൻസ്ട്രുമെന്റിനെയൊക്കെ കണ്ടുപിടിച്ച ഇൻസ്ട്രുമെന്റാണ് നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിലെന്ന് വെച്ചാൽ ഒരു നായയുടെ ഉള്ളില്, കോഴിയുടെ ഉള്ളില്, കഴുതയുടെ ഉള്ളില്, പശുവിന്റെ ഉള്ളിൽ, എല്ലാവരുടെ ഉള്ളിലും ആ ഇൻസ്ട്രുമെന്റ് ഉണ്ട്. അതുകൊണ്ട് ഇത് അഫക്ട് ചെയ്യില്ല എന്ന് പറയാൻ പറ്റുമോ? അതുകൊണ്ടാണ് പറയണത്, ഗംഗ, യമുന, സരസ്വതി എല്ലാ തീർത്ഥങ്ങളും സത്സംഗം നടക്കുന്ന സ്ഥലത്തുണ്ട്. ഇത് നമ്മൾ പുരാണം കഥയായിട്ട് പറയുമ്പോൾ ഒരു അർത്ഥവാദം പോലെ തോന്നും. സത്സംഗത്തിനെ പുകഴ്ത്താൻ വേണ്ടി പറയുകയാണോ എന്ന് തോന്നും. പക്ഷെ ഇത് അനുഭവത്തിൽ കണ്ടിട്ടുള്ള കാര്യമാണ്. നമുക്കിതിന്റെ ഇഫക്റ്റ് ഒന്നും പുറമേക്ക് എക്സ്പ്ലിസിറ്റ് ആയിട്ട് അറിയില്ല. പക്ഷെ സൂക്ഷ്മ ദർശനത്തില് നമുക്ക് വളരെ പ്രബലമായിട്ട് ഇതറിയാം. അങ്ങനെ ഇവിടെ ഒരു പരമ്പരയെ ഭഗവാൻ ഏത് ഭഗവാൻ ഈ സൃഷ്ടിക്ക് മൂലകാരണമായ വസ്തുവോ അതിൽ നിന്ന് തന്നെ വേദം വന്നു എന്നാണ്. യസ്യ നിശ്വസിതം വേദാഹ. ഭഗവാന്റെ പ്രാണനാണ്, ശ്വാസപ്രശ്വാസമാണ് വേദം എന്നാണ്. ഭഗവാൻ ഇടയ്ക്കൊന്ന് ശ്വാസം പുറമേക്ക് വിട്ടാൽ വേദമായി. ആ വേദത്തിന്റെ സമസ്ത അർത്ഥവും സംഗ്രഹം ചെയ്തിട്ടുള്ളതാണ് ഈ ഭഗവത്ഗീതാ ശാസ്ത്രം. ഗീതയിലേക്ക് നോക്കുന്തോറും നമുക്ക് കാണാം അത് ഗഹനമായിക്കൊണ്ടേയിരിക്കണം. വളരെ സിമ്പിളാണ് ഒരു വശത്ത്. മറ്റൊരു വശത്ത് നോക്കിയാൽ ഏറ്റവും ഗഹനമായ ശാസ്ത്രമാണ്. ആചാര്യസ്വാമി തന്നെ പറയണത് സമസ്ത വേദാർത്ഥ സാരസംഗ്രഹഭൂതം ദുർവിജ്ഞേയാർത്ഥം എന്നാണ്. നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലായി എന്നൊക്കെ തോന്നും. പക്ഷെ ജീവിക്കും തോറും കാണാം അതിന് ഇനിയും അർത്ഥമുണ്ട്, ഇനിയും അർത്ഥമുണ്ട്, ഇനിയും അർത്ഥമുണ്ട്, ഇനിയും അർത്ഥമുണ്ട്. ആ ഗീതാശാസ്ത്രത്തിന്റെ മുഴുവൻ എസൻസ് മുഴുവൻ സാരം സാധാരണ
പറയാറുണ്ട്, ഗീത തുടങ്ങണത് മമ എന്നുള്ള വാക്കോടുകൂടിയാ അല്ലേ? അല്ല, ധർമ്മ അല്ലേ? ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ. അവസാനിക്കണതോ എങ്ങനെയാ? മമ. ധ്രുവാ നീതിർ മതിർ മമ ധർമ്മ മമ. ഗീതയിൽ എന്താ ഉള്ളത് എന്ന് വെച്ചാൽ മമ ധർമ്മ, നമ്മളുടെ ധർമ്മം. നമ്മളുടെ ധർമ്മം എന്താ? നമുക്ക് സ്വാഭാവികമായിട്ടുള്ള ധർമ്മം എന്താ? സ്വതസിദ്ധമായ ധർമ്മം എന്താ? ഇപ്പൊ ആദ്യം പറഞ്ഞു ക്ഷേമമായിട്ടിരിക്കണം. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ധർമ്മം. പരമമായ ക്ഷേമം എങ്ങനെ കിട്ടും? പുറമെയൊക്കെ അന്വേഷിച്ചു നോക്കി, പലതും പരിശ്രമിച്ചു നോക്കി, ഇവിടെയൊക്കെ ക്ഷേമമുണ്ടോ? ഒരിടത്തും ക്ഷേമം കാണാനില്ല. അവസാനം എന്താ? ഇനി നാളെ അന്വേഷിക്കാൻ മതി എന്ന് പറഞ്ഞ് കിടന്നുറങ്ങി. രാത്രി വരെ പലതും പ്രവർത്തിച്ചു, തളർന്നു കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു? ഇനിയിപ്പോ നാളെ മതി, ഇനിയിപ്പോ ഒന്നും നടക്കില്ല, കിടന്നുറങ്ങി. ഉറങ്ങിയപ്പോഴോ സുഖം. നേരം വെളിച്ചായപ്പോഴോ എണീക്കണം തോന്നണില്ല. സുഖമായിട്ടുണ്ട്. എന്തിനാപ്പോ വെളിച്ചായതെന്ന് തോന്നുന്നു. സുഖമായിട്ടുണ്ട്. ശരി, പക്ഷെ ശ്രദ്ധിച്ചില്ല, അതാണ് കുഴപ്പം പറ്റിയത്. പിന്നെ എണീക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് എണീറ്റു. പിന്നെയും പ്രവൃത്തി തുടങ്ങി. പിന്നെയും അടുത്ത ദിവസം രാത്രിയാവുമ്പോഴേക്കും ക്ഷീണിച്ചു, പിന്നെയും കിടന്നു. ആ രണ്ട് ഉറക്കത്തിന്റെ നടുവിലുള്ള ദിവസത്തില് ഒരു ദിവസം നിങ്ങള് വലിയ ആളായിട്ടിരുന്നു, ഒരു ദിവസം നിങ്ങൾ പരമദരിദ്രനായിട്ട് വിഷമം പിടിച്ച് അലഞ്ഞു നടന്നു, ഒരു ദിവസം എല്ലാരും നിങ്ങളെ വീണ് നമസ്കരിച്ചു, ഒരു ദിവസം നിങ്ങളെ എല്ലാരും ചീത്ത പറഞ്ഞു, ഒരു ദിവസം നിങ്ങൾക്ക് സൂക്കേട് പിടിച്ച് വിഷമിച്ച് കിടന്നു, ഒരു ദിവസം നല്ല ആരോഗ്യമായിട്ട് നടന്നു. ഇതൊക്കെ ഈ ദിവസങ്ങളിൽ വരുമ്പോഴും ഈ ദിവസങ്ങളിലൊക്കെ മാറ്റം ഉണ്ടാവും അല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് 50 വയസ്സായി 60 വയസ്സായി എന്ന് വെച്ചോളൂ. ഈ 60 വയസ്സിൽ ഒരു ദിവസം പോലെയും മറ്റൊരു ദിവസം ഉണ്ടായിരുന്നിട്ടില്ല. എല്ലാ ദിവസങ്ങളിലും വ്യത്യാസമുണ്ട് അല്ലേ? അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ അനുഭവത്തിനെ മാത്രമാണ് ഞാനിപ്പോ കാണിക്കാൻ പോണത്, വേറെ ഒന്നുമല്ല. ഗീതയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ദുഃഖത്തിനുള്ള പരിഹാരം നിങ്ങളിൽ കാണിച്ചു തന്നിട്ട് വേണം ഇതിലേക്ക് പ്രവേശിക്കാൻ അല്ലേ? നോക്കൂ, ഇത്രയും ദിവസത്തെ ജീവിതത്തില് ഒരു ദിവസം പോലെയും വേറൊരു ദിവസം ഉണ്ടായിരുന്നിട്ടില്ല. എല്ലാ ദിവസങ്ങളും വേറെ വേറെയാണ്. ഒരു ദിവസം സുഖം, ഒരു ദിവസം ദുഃഖം, ഒരു ദിവസം ഭാര്യയും ഭർത്താവും സ്നേഹമായിട്ടിരുന്നു, അടുത്ത ദിവസം രണ്ടുപേരും പൊരിഞ്ഞ ലഹളയായി. ഒരു ദിവസം ഭക്തിയോടെ ഇരുന്നു, അടുത്ത ദിവസം ലൗകികനായിട്ടിരുന്നു, ഒരു ദിവസം ധ്യാനിച്ചുകൊണ്ടിരുന്നു, അടുത്ത ദിവസം സിനിമ കാണാൻ പോയി. ഒക്കെ നോക്കിക്കോളൂ, കോൺട്രാസ്റ്റ്. ദിവസങ്ങളൊക്കെ വേറെ വേറെ വേറെയാണ് അല്ലേ? പക്ഷേ നിങ്ങൾക്ക് ഓർമ്മയുള്ള കാലത്ത് മുതലുള്ള ഉറക്കം നോക്കിക്കോളൂ. സ്വപ്നമല്ല, സ്വപ്നമില്ലാത്ത ഉറക്കം എല്ലാ ദിവസവും ഒരേപോലെയാണ്. വിശ്രാന്തി സ്ഥാനം. നമുക്ക് അന്തര്യാമിയായ ഭഗവാൻ കാണിച്ചു തരണ്ട്, നിനക്ക് വിശ്രാന്തി ഇവിടെ ഉണ്ടട്ടോ എന്ന്. പക്ഷെ ഓരോ ദിവസവും വിശ്രാന്തി സ്ഥാനത്ത് പോയി ഇരുന്നിട്ട് വെളിയിൽ വന്നിട്ടും വിശ്രാന്തി സ്ഥാനത്തിനെ ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് ഇത്രയും കാലത്തെ കുഴപ്പം. എന്തോ ഉറങ്ങി എണീറ്റു എന്ന് പറയണമെന്നല്ല, അതൊരവസ്ഥയായിട്ട് ഗണിച്ചു എന്നല്ലാതെ ആ അവസ്ഥയുടെ ഉള്ളില് നമ്മൾ തിരയുന്ന ആരോ ഇരിക്കുന്നുണ്ട് എന്ന് മനസ്സിലായില്ല. ആരാമമസ്യ പശ്യന്തി നതം പശ്യന്തി കശ്ചന. അതിലത്തെ സുഖം, അതിലത്തെ ആനന്ദം, അതൊക്കെ അനുഭവിച്ചു. പക്ഷേ അത് എന്തുകൊണ്ടാണ് അവിടെ അങ്ങനെ ഉണ്ടായത് എന്നൊന്ന് ചോദിച്ചോ?
ഏറ്റവും വലിയ ഒരു ചോദ്യമാണത്. യുക്തിവാദികളോ ആര് വേണമെങ്കിൽ ആവട്ടെ, എന്തുകൊണ്ട് എല്ലാ ദിവസവും വേക്കിംഗ് സ്റ്റേറ്റ് ഒരേപോലെയല്ല, ഡ്രീം സ്റ്റേറ്റ് ഒരേപോലെയല്ല, പക്ഷെ ഈ ഡീപ്പ് സ്ലീപ്പ് സ്റ്റേറ്റ് മാത്രം എപ്പോഴും എന്തുകൊണ്ട് ഒരേപോലെ ഇരിക്കണം? ഇന്നത്തെ ദിവസം എനിക്ക് ഇഷ്ടമായില്ല എന്ന് പറയും, ഇന്നത്തെ സ്വപ്നം എനിക്ക് ഇഷ്ടമായില്ല എന്ന് പറയും. സുഖമായിട്ട് ഉറങ്ങിയിട്ട് ഒരിക്കലും ഒരാൾക്കും എനിക്ക് ഇഷ്ടമായില്ല എന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ വളരെ സാധാരണ കാര്യമായിട്ട് ഇത് പോകും. എത്രയോ കാലമായിട്ട് നടക്കണു. ജാഗ്രത എന്ന് വെച്ചാൽ കഷ്ടമുണ്ട്, ബുദ്ധിമുട്ട്, വിഷമങ്ങളൊക്കെ ഉണ്ട്. ഇന്നത്തെ പോലെ നാളെ ഉണ്ടാവില്ല, സ്വപ്നം ഇതുപോലെ ഉണ്ടാവില്ല. പക്ഷേ സ്വപ്നമില്ലാത്ത ഉറക്കം, അവിടെ ദുഃഖം ഒരിക്കലും ആർക്കെങ്കിലും അവിടെ ദുഃഖം അനുഭവിക്കാൻ പറ്റുമോ? ദുഃഖം ജാഗ്രതത്തിൽ സാധ്യമാണ്, സ്വപ്നത്തിൽ സാധ്യമാണ്. സൂക്ഷ്മതമമായ മണ്ഡലത്തിൽ ദുഃഖത്തിന് പ്രവേശമില്ല എന്നുള്ളതിന്റെ ഡെമോൺസ്ട്രേഷൻ എല്ലാ ദിവസവും നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്നുണ്ട്, അല്ലേ? നമുക്ക് ബ്രഹ്മവിദ്യ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പുതിയതായിട്ടൊന്നും ഉണ്ടാക്കിത്തരാനോ ആക്കിത്തരാനോ ഉള്ളതല്ല, നിങ്ങളെ തന്നെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്ന് കാണിച്ചു തരികയാണ്. ശ്രദ്ധിച്ചാൽ മതി, ശ്രദ്ധിച്ചാൽ പ്രത്യഭിജ്ഞ ഉണ്ടാവും. മൂക്കത്ത് വെച്ച കണ്ണട ഇവിടെ ഉണ്ടല്ലോ എന്ന് കാണുന്ന പോലെ, ശോ ഞാൻ എത്ര ജന്മങ്ങളാ അന്വേഷിച്ചത്. ജനകന് ഞാനുണ്ടായപ്പോ ജനകൻ പറഞ്ഞത് ഇത് എന്തൊരു ആശ്ചര്യമാ, ഇത്രയും നേരം കണ്ടില്ല, എപ്പ കാണണു എന്നാണ്. ഇത്രയും നേരം കണ്ടില്ല, ഇപ്പൊ കുതശ്ചിത് കൗശലാദേവ്, എന്തോ ട്രിക്കാണെന്നാണ്. കുതശ്ചിത് കൗശലാദേവ പരമാത്മാ വിലോക്യത്തെ. ഇത്രയും നേരം അറിഞ്ഞില്ല, ഇപ്പൊ കാണുന്നു. എന്ത് കണ്ടു? അത് മുമ്പേ ഉണ്ടായിരുന്നു എന്നാണ്. ഇത്രയും നേരം അവഗണിച്ചു, അലക്ഷ്യം. അതാണ് കുന്തിദേവി ഭാഗവതത്തിൽ പറയണത്, ഭഗവാനെ അങ്ങ് എപ്പോഴും ഉണ്ട്, പക്ഷെ ഞങ്ങൾക്ക് അലക്ഷ്യമാണെന്നാണ്. എന്താ ശ്ലോകം അത്? അലക്ഷ്യം സർവഭൂതാനാം അന്തർബഹിരവസ്ഥിതം. എല്ലാവരുടെയും ഉള്ളിലും പുറമേക്കൊക്കെ ഭഗവാൻ അങ്ങ് ഉണ്ട്, പക്ഷെ ഞങ്ങൾക്ക് അലക്ഷ്യമാണെന്നാണ്, ഞങ്ങൾ ശ്രദ്ധിക്കാൻ കൂട്ടാക്കണില്ല എന്നാണ്. നമ്മൾ അന്വേഷിക്കുന്ന വസ്തു നിത്യസിദ്ധമാണ്, ഏറ്റവും സുലഭമായ വസ്തു. വിഷ്ണു സഹസ്രനാമത്തിൽ ഭഗവാൻ ഒരു പേരാണ് സുലഭ. പറയണമെന്നല്ലാതെ കാണാനില്ലല്ലോ എന്നാണ്. മൂപ്പര് എവിടെയും കാണാനില്ല. ഒരു കുട്ടിയെ അമ്മ ദിവസം നിർബന്ധിച്ച് അമ്പലത്തിൽ കൂട്ടിക്കൊണ്ടുപോയി. കുട്ടിക്ക് വലിയ വാസനയില്ല, ദിവസം തല്ലി കൂട്ടിക്കൊണ്ടുപോകും. ഒരു മാസം കഴിഞ്ഞപ്പോ അമ്മ ചോദിച്ചു, എന്താ മോനെ എന്നെ ദിവസം ചീത്ത പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോകേണ്ടി വരുന്നല്ലോ, അമ്പലത്തിൽ ഇത്ര ദിവസം കൂട്ടിക്കൊണ്ടുപോയിട്ട് നിനക്കൊരു ഇൻട്രസ്റ്റ് വരണില്ലല്ലോ എന്ന്. കുട്ടി പറഞ്ഞു, അമ്മ ഒന്ന് ആലോചിക്കൂ, നമ്മളൊരു വീട്ടിൽ പോകുമ്പോ ഒത്തിരി മര്യാദയുള്ള മനുഷ്യനാണെങ്കിൽ എന്തെങ്കിലും ഒരു ദിവസമെങ്കിലും നമ്മളവിടെ പോകുമ്പോ വരേണ്ടതല്ലേ? ഇത് നമ്മൾ ഇത്ര ദിവസമായിട്ട് പോയിട്ടും അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ട് അദ്ദേഹത്തിനെ കാണാനില്ലല്ലോ എന്നാണ്. അന്തർബഹിരവസ്ഥിതം. ശ്രദ്ധിക്കാൻ, കാണാൻ പറ്റില്ല. നമ്മൾക്കിപ്പോ കാണാം, നമ്മൾ ഭയം കൊണ്ടത് കാണാൻ പറ്റണില്ല എന്നുള്ളത് പോലെ സമ്മതിക്കണില്ല. അപ്പോ അതിനെ തന്നെ നമ്മളുടെ സ്വരൂപത്തെ തന്നെ കാണിച്ചു എന്ന് വെച്ചാൽ ഭഗവാൻ മറച്ചിട്ടുണ്ടോ? അപ്പൊ നമ്മൾ പറയണ ഭഗവാൻ മറച്ചിരിക്കുകയാണെന്നാണ്. ഭഗവാൻ ഒന്നും മറച്ചിട്ടില്ല എന്നാണ്. ഭഗവാൻ പറയണ ഞാൻ ദിവസം കാണിച്ചു തരുന്നുണ്ട്, നീ ശ്രദ്ധിക്കണില്ല. അനാവൃതത്വാ ന ബഹിരന്തരം തേ സർവസ്യ സർവാത്മനഃ ആത്മവസ്തുനഃ. ഭാഗവതത്തിലുള്ള ഒരു ശ്ലോകമാണ്. അനാവൃതത്വ, ഭഗവാനെ അങ്ങക്ക് ആവരണമൊന്നും സാധ്യമല്ല. കാരണം അങ്ങ് എപ്പോഴും പ്രകാശിച്ച് ഉള്ളു പുറമൊന്നുമില്ല. അങ്ങനെ ഉള്ളു പുറം വരും എന്നാണ്. ഇപ്പൊ ഉള്ളു പുറം എന്നൊക്കെ പറഞ്ഞല്ലോ, അതേ ഭാഗവതം തന്നെ പറയണ അങ്ങക്ക് ഉള്ളും പുറമൊന്നുമില്ല,
അങ്ങില്ലാത്ത സ്ഥലം ഉണ്ടായിട്ട് വേണ്ടേ ഉള്ളും പുറമൊക്കെ ഉണ്ടാവാൻ? അങ്ങ് മാത്രമേ ഉള്ളൂ. ആവരണം നീങ്ങിയപ്പോ ആട്ടെ, ഇപ്പൊ ആവരണം എന്താ? അലക്ഷ്യമാണ്, അവഗണന, ശ്രദ്ധിച്ചില്ല, കൂട്ടാക്കിയില്ല. ദിവസം നമ്മൾ ഈ സുഷുപ്തി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോയി സുഖമായി ഉറങ്ങിയെന്ന് പറയണു. ഏറ്റവും വലിയ രോഗിയും ഏറ്റവും വലിയ ദുഷ്ടനും ഏറ്റവും നല്ല ഭക്തനും ഏറ്റവും വലിയ ജ്ഞാനിയും മഹാപണ്ഡിതനും ജീവിതത്തിൽ ഏറ്റവും വലിയ ദുരിതം നടന്ന ദിവസവും ജീവിതത്തിൽ ഏറ്റവും സന്തോഷം, എക്സൈറ്റ്മെന്റ് ഉണ്ടായ ദിവസവും ജീവിതത്തിൽ ഏറ്റവും വലിയ അംഗീകാരം കിട്ടിയ ദിവസവും ഇനി കേൾക്കാൻ ബാക്കിയില്ലാത്ത തെറി കേട്ട ദിവസവും എല്ലാ ദിവസങ്ങളിലും അതിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒന്നുമില്ല. അംഗീകാരമില്ല, അപമാനമില്ല, രോഗമില്ല, പാണ്ഡിത്യമില്ല, അജ്ഞാനമില്ല, സ്ത്രീയില്ല, പുരുഷനില്ല, ദേവനില്ല, ദേവിയില്ല, പുണ്യമില്ല, പാപം ഒന്നും അറിയണില്ല. എന്നാ ദുഃഖമുണ്ടോ? സുഖമായിട്ടിരുന്നു എന്നാണ്. ലൗകിക സുഖത്തിലൊക്കെ വ്യത്യാസമുണ്ട്. അത് കുറച്ചു ദിവസം കഴിഞ്ഞാൽ ബോറടിച്ചു പോകും അല്ലേ? വിരസത വരും. എത്ര സുഖമായ കാര്യമാണെങ്കിലും ഇപ്പൊ ഭജനയ്ക്ക് ദിവസം ഒരേ കീർത്തനം പാടും, കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് മാറ്റി പാടാൻ. ഇപ്പൊ ഭജനക്കാരൊക്കെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ചിലപ്പോ എല്ലാം അവ പുതുശാ പാടണമെന്ന് ആശപ്പെടുക. അതിനാൽ അവളെ ചേർത്തിണ്ട് തപ്പ് തപ്പാ പാടാം. ഇതൊക്കെ പുതുശാ പാടണോ? പുതിയതായിട്ട് പാടണം എന്ന് പറഞ്ഞിട്ട് ആരംഭിച്ച് വായിൽ തോന്നിയതൊക്കെ പാടാം. ഒരേ കാര്യം പാടുമോ? അതും കുറച്ച് കഴിയുമ്പോൾ വിരസാവണം. എന്താന്ന് വെച്ചാൽ മനസ്സ് പ്രവർത്തിക്കുന്നുണ്ട്, ബുദ്ധി പ്രവർത്തിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ വിരസാവില്ല. ഒരേ ഗായത്രിയാണ് ദിവസം ജപിക്കുന്നത്, വിരസാവണില്ലല്ലോ. അപ്പൊ ബുദ്ധി മനസ്സ് പ്രവർത്തിക്കുമ്പോൾ വിരസാവണുണ്ട്. സുഷുപ്തിയിൽ ബുദ്ധിയില്ല, മനസ്സില്ല, അഭിമാനമില്ല, ശരീരമില്ല, പ്രപഞ്ചമില്ല, ഞാനില്ല അല്ലേ? ഞാനെന്ന് പറയുന്ന അഭിമാനമില്ല. പിന്നെ എന്തുണ്ട്? എന്തുണ്ടോ അതുണ്ട്. സുഖമുണ്ട്. ആ സുഖം ഞാൻ ഉണ്ടാക്കിയതൊന്നുമല്ല. സുഖം നമുക്ക് അടയർത്തിക്കേ ഇല്ലേ? நம்ம அடையறதுக்கு இருக்கிற வஸ்துவே இல்லை, അടஞ்சிருக்கு, இருக்கு, உள்ள இருக்கு. നമ്മളുടെ ഹൃദയത്തിലുണ്ട്. അത് നിത്യസിദ്ധമാണത്. പുറത്ത് നേടിയെടുക്കാനൊന്നുമില്ല. നമ്മൾ സുഷുപ്തി നേടിയെടുക്കുകയാണോ? വിടുകയാണോ ചെയ്യുന്നത് അല്ലേ? എന്തൊക്കെ നേടിയെടുത്തുവോ അതിനെയൊക്കെ ഉപേക്ഷിക്കുകയാണ്, റിലീസാണ്. അപ്പോ അവിടെ അന്തര്യാമി സ്വയമേവ ആലിംഗനം ചെയ്തു എന്നാണ്. യഥാ സ്ത്രീയാ സംപരിഷ്വക്ത ആന്തരം കിഞ്ചന വേദ ന ബാഹ്യം എന്നൊക്കെ ശ്രുതി പറയണം. ഒരു സ്ത്രീയെ ആലിംഗനം ചെയ്ത പുരുഷനെ പോലെ എന്നത്. ഇവിടെ ആരാ പുരുഷൻ? അന്തര്യാമി ഭഗവാൻ. സ്ത്രീ ആരാണ്? ഈ ജീവൻ അഥവാ മനസ്സ്. ഈ മനസ്സിനെ തന്നിലേക്ക് അങ്ങയുടെ ആലിംഗനം, അന്തര്യാമി അങ്ങയുടെ ആലിംഗനം ചെയ്തതോടുകൂടെ ദ്വൈതം അവിടുന്ന് വിരമിച്ചു. അവിടെ സുഖം, അവിടെ രണ്ടില്ല. ഈ അവസ്ഥ എന്ത് കാണിക്കണു? നമ്മളുടെ ഉള്ളിൽ തന്നെ നമ്മളുടെ ദുഃഖത്തിന്റെ പരിഹാര സ്ഥാനം ഇരിപ്പുണ്ട് എന്ന് കാണിക്കുകയാണ്. പരിഹാര സ്ഥാനം അവിടെ ഉണ്ട്, നിത്യപരിഹാരം അവിടെ ഉണ്ട്. എന്നുവെച്ചാൽ ആ പരിഹാരം ഒരു ദിവസവും മാറണില്ല, ഒരു കാലത്തും മാറണില്ല എന്നുള്ളത് കൊണ്ട് നോക്കൂ, ഏറ്റവും വലിയ ഇതിപ്പോ പറഞ്ഞു വരുമ്പോ കാണുകയാണത്. എന്നുവെച്ചാൽ ഇപ്പൊ പറഞ്ഞുവല്ലോ, വ്യാധി വന്ന ആൾക്കും ഒരേപോലെയാണ് ഉറക്കം, ഏറ്റവും വലിയ പാപിക്കും ഒരേപോലെയാണ് ഉറക്കം. എന്ന് വെച്ചാൽ ശരീരത്തിന്റെയോ മനസ്സിന്റെയോ ലോകത്തിന്റെ എന്തു വൈകല്യങ്ങൾ, നമ്മളുടെ ഒരു കുഴപ്പവും അതിനെ ബാധിക്കണില്ല എന്ന് കാണിച്ചുകൊണ്ടാണ് ഏറ്റവും വിഷമം പിടിച്ച ദിവസം പോലും തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവര് മരിച്ച് നിലവിളിച്ച് കരഞ്ഞ ശേഷം ഉറങ്ങുന്ന ആള് സ്വസ്ഥമായിട്ട് ഉറങ്ങാണ്. എണീപ്പിച്ച പിന്നെയും കരയാൻ തുടങ്ങും. മനസ്സുമായിട്ടും ശരീരവുമായിട്ടും സമ്പർക്കം വന്ന ഉടനെ കരയാൻ തുടങ്ങും.
ആ മനസ്സിനെയും ശരീരത്തിനെയും വിട്ടുകഴിഞ്ഞ് താൻ സ്വസ്ഥമായി സ്വമപീതോ ഭവതി, തന്നിലിരുന്നപ്പോ ഏറ്റവും ദുഃഖമുള്ള ആള് സംപ്രസന്നോ ഭവതി, സുപ്രസന്നോ ഭവതി, സംപ്രസീദതി. അതുകൊണ്ട് അത് സംപ്രസാദൻ എന്നൊരു ഭാഗവതത്തിലും സംപ്രസീതോ ഭവതി എന്നാണ് പറയുന്നത്. സംപ്രസന്ന, സുപ്രസന്ന, താൻ പ്രസന്നനായിട്ട് തീർന്നു എന്നാണ്. ആ പ്രസന്നത മനസ്സിന് വിട്ടപ്പോ വന്നു, ശരീരത്തിന് വിട്ടപ്പോ വന്നു. അയാൾ അത് ചെയ്യാൻ പാപം പുണ്യം ഒന്നും സംഘം വയ്ക്കാതെ താൻ തന്നിലിരുന്നു. അന്തര്യാമി സുഖസ്ഥാനമാണ് എന്ന് കാണിച്ചു തരികയാണ് നമുക്ക്. ആനന്ദം നമ്മളുടെ ഉള്ളിലുണ്ട് എന്ന് കാണിച്ചു തരികയാണ്. ശാന്തി നമ്മളുടെ ഉള്ളിലുണ്ട്. നമ്മൾ അന്വേഷിക്കുന്ന പൂർണ്ണത്വം നമ്മളുടെ ഉള്ളിലുണ്ട്. അത് പൂർണ്ണവുമാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതിൽ ഇനി ഒന്നും ചേർക്കാനോ എടുക്കാനോ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനോ ക്വാളിറ്റി ഡിക്രീസ് ചെയ്യാനോ ഒന്നും പറ്റില്ല. ഡീപ്പ് സ്ലീപ്പ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ്, അത് ഒന്നു മാത്രമാണ്. അതിലെ ഉറക്കം ശരിയായില്ല എന്നൊക്കെ നമ്മൾ പറയുമല്ലോ ചില ദിവസം. അതൊക്കെ സ്വപ്നത്തിന്റെയും മനസ്സിന്റെയും ഒക്കെ ഉള്ള ഒരു സ്റ്റേറ്റ് ആണ്, ഡീപ്പ് സ്ലീപ്പ് അല്ല. എനിക്ക് ഉറക്കം ശരിയായില്ല, വിഷമായി, ആകെ പാടുന്നില്ല, ഒരു ശരിയായ ഉറക്കമേ ഇല്ല എന്ന് പറയുമ്പോൾ അത് ഉറക്കല്ല, സ്വപ്നമാണ്. എന്തെങ്കിലും സ്വപ്നം കാണും, അല്ലെങ്കിൽ സ്വപ്നം കണ്ടത് അറിയില്ല, ഒരു തരത്തിലുള്ളൊരു ബ്രെയിൻ ലെവലിൽ നിന്നുള്ളൂ എന്നർത്ഥം. ഡീപ്പ് സ്ലീപ്പ് എപ്പോ പോയി തൊടുന്നുവോ, കൊച്ചു കുട്ടികൾക്ക് നല്ല ഡീപ്പ് സ്ലീപ്പ് ഉണ്ടാവും പൊതുവെ. അതുകൊണ്ട് കുട്ടികൾ എഴുന്നേറ്റ് വരുമ്പോ കാണാം സൂര്യൻ ഉദിക്കണ പോലെ ഉണ്ടാവും, തെളിഞ്ഞ്. അങ്ങനെ ഉണ്ടാവണം എന്നാണ് നമ്മൾ ഉറങ്ങി എണീറ്റാൽ. പക്ഷെ നമുക്ക് ഉണ്ടാവാറില്ല അല്ലേ? ഉറങ്ങി എണീറ്റാ ഓക്കാനും വരും, കണ്ട മുഖം കണ്ട. എന്താ ശരിക്കും ഉറങ്ങിയില്ലേ? ശരിക്കും ഉറങ്ങാന്ന് വെച്ചാൽ അത് ഭഗവാനായിട്ട് തരുന്ന സമാധിസ്ഥിതിയാണ് ഉറക്കം. നമ്മളായിട്ട് ജ്ഞാനം കൊണ്ട് നേടിയെടുക്കുന്ന ഉറക്കമാണ് സമാധി. ജ്ഞാനത്തോടുകൂടെ നിങ്ങൾ ഉറക്കം എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നും അറിഞ്ഞില്ല, അതിനാണല്ലോ ഉറക്കം പറയണത് അല്ലേ? ഒന്നും അറിഞ്ഞില്ല എന്നുള്ളതാണ് ഉറക്കം. പക്ഷെ ഒന്നും അറിയാതെ സുഖം വരുമോ? പക്ഷെ സുഖത്തിന് അതൊരു കാരണമായിട്ട് നിന്നു, ഒന്നും അറിയായ്മ. അതില് എന്തോ ഒരു വസ്തു ഉണ്ട്, ആ വസ്തുവിൽ ശ്രദ്ധ പതിയും കൂടെ ചെയ്തു, ഒന്നും അറിയായികയായിരുന്നു. അതിനാണ് സമാധി എന്ന് പറയുന്നത്. ആത്മ അനുഭവം, ആത്മജ്ഞാനം, അനാത്മ വിസ്മരണം, മൗനം എന്ന് പേരതിന്. മൗനം എന്ന് പേര്. ആ മൗനമുണ്ട്, ആത്മജ്ഞാനവും ഉണ്ടെങ്കിൽ ഇയാൾ പൂർണ്ണമായി. അറിയേണ്ടത് അറിഞ്ഞു കഴിഞ്ഞ് ജ്ഞാനത്തിനെ സമ്പാദിച്ച അറിവിനെയും വിട്ടുകഴിയുമ്പോൾ മൗനിയായി. കൊച്ചുകുട്ടികളെ പോലെ ഇരുന്നു. പക്ഷെ കൊച്ചുകുട്ടിയെ പോലെ ചേഷ്ട കാണിച്ചു എന്നർത്ഥമല്ല, ആ ജ്ഞാനത്തിന്റെ ബലം സ്വീകരിച്ച് ജീവിച്ചു. ബാല്യം. ഇതൊക്കെ കൂടെ നേടിയെടുത്ത. അപ്പോ നമുക്ക് നേടിയെടുക്കാനൊന്നുമില്ല, നമ്മളുടെ ഉള്ളിൽ തന്നെ ഉള്ള ദിവസം ഭഗവാൻ പരമപ്രിയത്തോടുകൂടെ ദിവസം കാണിച്ചു തരുന്നുണ്ട്. അമ്മ കുട്ടിയെ മടിയിലെടുത്ത് കിടത്തണ പോലെ അല്ലേ? കുട്ടി ഉറങ്ങിക്കഴിഞ്ഞാൽ അമ്മയുടെ മടിയിലാണ് കിടക്കണമെന്ന് അറിയില്ല. അതുപോലെ നമ്മൾ ദിവസം സുഷുപ്തിയിൽ അന്തര്യാമിയായ ആ യസ് സർവജ്ഞ യസ് സർവവിദ് യസ്യ ജ്ഞാനമയം തപഃ, ആ ഭഗവാന്റെ മടിയിൽ പോയി കിടക്കണുണ്ട് എന്നാണ്. അറിയണ്ടോ? അവിടെ കിടന്ന് എഴുന്നേറ്റ് വന്നിട്ടാണ് പറയണത് ഈശ്വരനില്ല, ഇത് മനുഷ്യന്റെ കൽപ്പന മാത്രമാണ് എന്ന് പറയണത്. ഇത് വെറും ബുദ്ധിഭ്രമമാണ് എന്നൊക്കെ പറയും. അത് ഭഗവാൻ ഭാഗവതത്തിൽ പറഞ്ഞു, ഞാൻ തന്നെ അവനെ കൊണ്ട് പറയിപ്പിക്കണത് എന്നാണ്. യോ അന്തഃപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയതി അഖില ശക്തിധര സ്വധാംനാം അന്യാംശ ഹസ്ത ചരണ ശ്രവണ ത്വഗാദീൻ പ്രാണാന്നമോ ഭഗവതേ പുരുഷായ തുഭ്യം.
അന്തഃപ്രവിശ്യ. ഉള്ളിൽ ആര് പ്രവിശ്യ എന്നൊക്കെ പറയുന്നത് ഒരു വാക്കിന് പറയാണ്. ഉള്ളില് നമ്മളുടെ മനസ്സ് അടങ്ങിക്കഴിയുമ്പോ സുഷുപ്തിയിലെ ദിവസം അവിടെ പോണുണ്ട്. പക്ഷെ സുഷുപ്തി കൊണ്ട് ആരും ജ്ഞാനിയാവില്ല. അത് എല്ലാവർക്കും അനുഭവമാണല്ലോ. എല്ലാവരും ഉറങ്ങുന്നുണ്ട് അല്ലേ? ഉറങ്ങണത് കൊണ്ടൊന്നും സാധിക്കണില്ലല്ലോ. ഉറക്കത്തിന് നമ്മൾ ശ്രദ്ധിക്കണില്ലല്ലോ. അപ്പോ അവിടെയാണ് നമുക്ക് ഈ ശ്രവണം വേണ്ടി വരുന്നത്. ഉറങ്ങണത് കൊണ്ട് എല്ലാവർക്കും അറിയില്ല എന്നറിയാം. അതുകൊണ്ട് തന്നെ ആ അന്തര്യാമി ഒരു ശ്വാസം വെളിയിലേക്ക് അങ്ങോട്ട് വിട്ടു. അതാണ് ഈ ജ്ഞാനം, വേദം എന്ന് പറയുന്നത്. നമുക്ക് ലോകത്തിലെ എല്ലാത്തിനും വെളിയിൽ നിന്നും ഒന്ന് ആശ്രയിക്കുന്ന പോലെ തിരിച്ചു പോകാനുള്ള വഴി, ഇപ്പൊ ഇവിടേക്ക് മട്ടാഞ്ചേരിക്ക് വരണമെങ്കിൽ തന്നെ വഴിയിൽ ചോദിച്ചു വരണ പോലെ, എങ്ങനെ പോട്ടെ ചോദിക്കണ പോലെ ഈ അധ്യാത്മമാർഗത്തിലും നമുക്ക് അപ്പപ്പോ വഴി കാണിച്ചു തരാൻ. വഴി കാണിച്ചു തരൽ എന്തിനാന്ന് വെച്ചാൽ സത്യത്തിനെ അറിയിക്കാനല്ല, അസത്യത്തിന്റെ പിടിവിടാനാണ്, അനാത്മാവിന്റെ പിടിവിടാനാണ്. സാധന ജ്ഞാനത്തിന് വേണ്ടിയിട്ടല്ല, സാധിക്കാൻ ഉള്ളതുണ്ട് എന്നുള്ള ഭ്രമം നീക്കാൻ വേണ്ടിയിട്ടാണ്. നേടിയെടുക്കുക എന്നൊക്കെ നമുക്ക് സ്വഭാവമുണ്ട്. എന്തെങ്കിലും ചെയ്യണം, എന്തെങ്കിലും നേടിയെടുക്കണം. വിഷയങ്ങളിലൊക്കെ പെട്ടുകിടക്കാണ്. പുറത്തു വരാൻ വഴിയില്ലാതിരിക്കുമ്പോൾ അതിന് ഓരോന്നായി പിടിവിടിവിച്ച് നമ്മളെ കൊണ്ടുവരുന്നതിനാണ് അനേകം ഗുരുക്കന്മാർ നമുക്ക് ആവശ്യം വരുന്നത്. ഭാഗവതത്തിലെ 24 ഗുരുക്കന്മാരെ വെച്ചുകൊണ്ടിരുന്നു അവധൂതൻ. അദ്ദേഹം പറഞ്ഞു, നഹി ഏകസ്മാത് ഗുരോഹോ ജ്ഞാനം സുസ്ഥിരം സ്യാത് സുപുഷ്കലം ബ്രഹ്മൈതദ് അദ്വിതീയം വൈ ഗീയത്തെ ബഹുധർഷിഭിഃ. ഈ അദ്വിതീയമായ ബ്രഹ്മം എല്ലാവർക്കും നിത്യസിദ്ധമായിട്ടുണ്ടെങ്കിലും അതിനെ അറിയാൻ ഇയാൾ അപ്പപ്പം മറന്നുപോകും. എവിടെ പോയി പെട്ടുകിടക്കണോ അവിടെ നിന്നൊക്കെ ഇയാളെ നിവർത്തിപ്പിച്ചു കൊണ്ടുവന്ന് സ്വരൂപത്തിൽ ഇരുത്തണം. അതിന് പുറമേ നിന്ന് അനേക സഹായങ്ങൾ വേണ്ടിവരും. കാര്യം വളരെ സിമ്പിളാണ്. ഇപ്പൊ ഗീത പറയാൻ പുറപ്പെടുന്നതിന് മുമ്പ് ജനറലായിട്ട് ആത്മവിദ്യ പറഞ്ഞു, അത്രയേ ഉള്ളൂ. ഇപ്പോ നമ്മളെ അന്വേഷിക്കുന്ന ഭഗവാൻ, ഏത് ഭഗവാൻ നമുക്ക് അമ്മയും അച്ഛനും ഒക്കെയാണോ? പിതാഹമസ്യ ജഗതഃ മാതാ ധാതാ പിതാമഹ വേദ്യം പവിത്രം ഓംകാരഃ ഋക്സാമ യജുരേവച ഗതിർ ഭർത്ത പ്രഭു സാക്ഷി നിവാസ ശരണം സുഹൃത്ത്. ഇത്രയൊക്കെ ആ ഭഗവാൻ തന്നെ പറയണ്ട്. ഞാൻ തന്നെയാണ് ഏറ്റവും വലിയ ഫ്രണ്ട് എന്നാണ്. സുഹൃത്ത് കൂടെ ഉണ്ട് എന്നാണ്. നീ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? സുഹൃത്ത് അടുത്തുണ്ട്. നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, അത്രയേ ഉള്ളൂ. നിവാസ ശരണം സുഹൃത്ത്. വഴി കിട്ടാതെ, ഗുരു കിട്ടാതെ ആരും വിഷമിക്കില്ല. ഗുരു വേണം, ജ്ഞാനം വേണം, മുക്തി വേണം, ഭക്തി വേണം. ഒരു ദാഹം വന്നാൽ മതി, വഴി എങ്ങനെയെങ്കിലും കാണിക്കും. എന്താന്ന് വെച്ചാൽ ഒരു തൂണിന്റെ ഉള്ളിൽ നിന്നാണ് ഭഗവാൻ വന്നു എന്ന് ഭാഗവതത്തിൽ നിങ്ങളൊരു കഥ വായിക്കണ്ടല്ലേ. യുക്തിവാദികൾക്ക് അത് ബാലിശമായിട്ട് തോന്നും, തൂണിന്റെ ഉള്ളിൽ നിന്ന് വരുമോ എന്ന് വെച്ചാൽ. എവിടെ വേണമെങ്കിലും വരാം, എങ്ങനെ വേണമെങ്കിലും വരാം. നമ്മൾ തികച്ചും പ്രതീക്ഷിക്കാത്ത സ്ഥലത്തു നിന്നായിരിക്കും നമുക്ക് വഴി കിട്ടുക, വഴി കാണിക്കപ്പെടുക. ഈ ജ്ഞാനം, ഇപ്പൊ ഭഗവത്ഗീത നമ്മൾ പഠിക്കുന്നു, ഈ പുസ്തകം പഠിച്ചതുകൊണ്ട് ജ്ഞാനം വരില്ല. പക്ഷെ നമ്മളുടെ ഉള്ളിലുള്ള ജ്ഞാനത്തിനെ കണ്ണാടി കാണിച്ചു തരാനാണ് ഈ പുസ്തകം. എല്ലാവരുടെ ഉള്ളിലും ഉള്ള വസ്തു ഈ ജ്ഞാനത്തിനെ അടക്കി വെച്ചിട്ടുണ്ട്. അതിന് വെളിയിൽ വരാൻ പുറമേക്കൊരു സിമ്പലാണ് ഗുരു, മന്ത്രം, വേദം, ശാസ്ത്രം ഒക്കെ. അതിന് എന്തെങ്കിലും ഒരു തൂൺ, ഒരു കോല് മതി, ഒന്ന് ഇളക്കിവിട്ടാൽ മതി. ആ ഇളക്കിവിടാൻ ഒരു കാരണം വേണം. അതിന് മുഖ്യ കാരണം നിങ്ങളുടെ ഉള്ളിലുണ്ടാവുന്ന ജിജ്ഞാസയാണ്. ബാക്കിയൊക്കെ സെക്കൻഡറിയാണ്. നിങ്ങളുടെ ഉള്ളില് എനിക്ക് ശാന്തി വേണം, പരമമായ ഒരു സമാധാനം വേണം, നിവൃത്തി വേണമെന്ന് ആഗ്രഹിച്ചാൽ മതി. പിന്നെ നിങ്ങളുടെ ലോജിക്ക്, യുക്തിയൊക്കെ അതോടുകൂടി അവസാനിച്ചു. വഴി കാണിക്കുന്നതൊക്കെ ആ ഭഗവാൻ, അന്തര്യാമിയായ ഭഗവാൻ ഉള്ളിലിരുന്ന് വഴി കാണിച്ചോളും.
ഇതിപ്പോ പറഞ്ഞു വരുമ്പോ എനിക്കൊരു ഇൻസിഡന്റ് ഓർമ്മ വരും. ഒരു പൗർണമി ദിവസം തിരുവണ്ണാമലയിലും അരുണാചലത്തിലും വലിയ തിരക്കെന്ന് വെച്ചാൽ അവിടുത്തെ തിരക്ക് ഒരു 5 ലക്ഷം 6 ലക്ഷം ആളുകൾ ഉണ്ടാവും. അങ്ങനെ ഒരു തിരക്ക്, അത്രയും ജനാവലി പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റോഡിന്റെ ഈ വശത്തുനിന്ന് അങ്ങടേക്ക് ക്രോസ് ചെയ്ത് പോകണമെങ്കിൽ തന്നെ കുറെ നേരം ഉള്ളിലേക്ക് പ്രവേശിച്ച് അവരുടെ കൂടെ കുറച്ചു ദൂരം നടന്നിട്ട് വേണം അങ്ങടേക്ക് കിടക്കാം. നേരിട്ട് കിടക്കാൻ പറ്റില്ല, അത്രയും തിരക്ക്. പൗർണമിയാണ്. ആ തിരക്ക് കാണുമ്പോ ആദ്യമൊക്കെ ഞങ്ങൾക്ക് അവിടെ തന്നെ വളർന്നു വന്നിട്ടുള്ളവർക്ക് കുറെ വിഷമുണ്ടാവും. ഈ തിരക്ക് കണ്ട് വലിയ വിഷമുണ്ടായിട്ടുണ്ട്. ഇപ്പോഴും പലർക്കും വിഷമുണ്ട്. എന്താന്ന് വെച്ചാൽ ഒരു തിരക്കുമില്ലാതെ ആരും ഇല്ലാത്ത ഒരു സ്ഥലത്തിന് ഒരു കാലത്ത് കണ്ടിട്ട് തപസ്വികൾ മാത്രം, ജ്ഞാനവിചാരം ചെയ്യുന്നവരും ഭക്തി മാർഗത്തിലുള്ളവരും മാത്രം, ജനങ്ങളും ഒക്കെ സാധു ജനങ്ങളാണ്. ഒരു കാലത്ത് കഥയാണ് പറയുന്നത്, ഇപ്പൊ ആ കഥയൊക്കെ മാറി. ജനങ്ങളൊക്കെ സാധു ജനങ്ങളാണ്. ഒരു 14 വർഷമായാലും ഇവിടുത്തെ ഗീത അല്ലേ, ഒരു 12 വർഷം മുമ്പിലത്തെ CD-യോ മറ്റോ ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. എന്നുവെച്ചാൽ ഈ വ്യത്യാസം വന്നിട്ട് ഒരു 10 വർഷമായിട്ടുള്ളൂ. വടക്കേ ദിക്ക് ഹരിദ്വാർ ഋഷികേശൊക്കെ പോയാൽ സാധുക്കളെ സേവ ചെയ്യാൻ ജനങ്ങൾ എപ്പോഴും തയ്യാറാണ്. പക്ഷെ തെക്കോട്ട് വന്നു കഴിഞ്ഞാൽ, നമ്മളുടെ നാട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ഇപ്പോ സന്യാസികളെ ബഹുമാനിക്കുകയോ അതൊന്നും എവിടെയും കാണാറില്ല. പക്ഷെ അതിന് ഒരേ ഒരു എക്സെപ്ഷൻ തിരുവണ്ണാമലയിലാണ്. അവിടുത്തെ ജനങ്ങൾക്കത് അറിയാം, സാധുസേവ അറിയാം. ആണ്ടി പെരുത്ത അണ്ണാമലൈ അവിടുത്തെ ചൊല്ലുക. സന്യാസികളെ ഉള്ളൂ അവിടെ നിന്ന്, സാധാരണ ജനങ്ങൾ കുറവാ. ചായക്കടക്കാർ പോലും ഒരു ചായ സന്യാസികൾക്ക് കൊടുത്തിട്ട് നമ്മൾ പോയി പൈസ കൊടുത്താലും തരുള്ളൂ. അങ്ങനെ ഒരു കാലം ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ പോയി പൈസ കൊടുത്ത് ചായ കുടിക്കാൻ നിന്നാൽ പോലും ചായ തരില്ല. ആദ്യത്തെ ചായ ഏതെങ്കിലും ഒരു സ്വാമിയെ വിളിച്ച്, ആ സ്വാമിക്ക് യോഗ്യതയുണ്ടോ ഇല്ലയോ അതൊന്നും പ്രശ്നമല്ല, അവിടുത്തെ ഭിക്ഷാന്തേഹിയായ ഒരു സ്വാമിയെ വിളിച്ച് ശിവ 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 എന്ന് വിളിച്ച് കൊടുത്തിട്ടേ തരുള്ളൂ. അതൊക്കെ നമ്മളുടെ മോഡേൺ സിവിലൈസേഷൻ കുടിയേറി പാർക്കുന്നതോറും ഒക്കെ പോയി. ഇപ്പൊ തിരക്ക് വരുന്നതാണ് അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ്. തിരക്ക് വരുന്നതോടുകൂടിയാണ്, ഇഫക്റ്റ് തിരക്ക് വന്നതോടുകൂടിയാണ് അങ്ങനെ ആയിത്തീർന്നത്. അതുകൊണ്ട് എല്ലാവർക്കും ഒരു വിഷമുണ്ട്. പക്ഷെ എന്താ ചെയ്യാ, കാലത്തിന്റെ ആവശ്യമായിരിക്കാം, നമുക്കൊന്നും അറിയില്ല. അത്ര തിരക്ക്, ഒരു മലവെള്ളം പോലെ അങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. ഞങ്ങൾ കുറച്ച് പേര്, ഒരു 4-5 പേര്, ഞാനുണ്ട്, 2-3 പേര് കൂടെ ഉള്ളവരൊക്കെ ഉണ്ട്. സന്ധ്യാസമയത്ത് ഈ തിരക്കുള്ളപ്പോ പൊതുവെ വീട്ടിൽ നിന്ന് പുറത്തേ ഇറങ്ങില്ല. എങ്കിലും ഒന്നൊന്ന് ഇറങ്ങി ആശ്രമത്തിലേക്ക് പോയി. എങ്ങനെയൊക്കെയോ റോഡ് ക്രോസ് ചെയ്ത് ഉള്ളിൽ പോയി. രമണ ഭഗവാന്റെ സമാധി സ്ഥലത്ത് വളരെ ശാന്തമായിട്ടിരിക്കുന്ന സ്ഥലമാണ്. അവിടെ ഒക്കെ ജനാവലി, കുറെ ആളുകൾ അവിടെ കിടന്ന് ഊണ് കഴിക്കുന്നുണ്ട്, വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ഉറക്കെ നിലവിളിക്കുന്നുണ്ട്. ആ സമാധി ഹാളിന്റെ ഉള്ളിലും നല്ല ജനം കൂട്ടം, ഒരു 10-200 പേര് 250 പേരുണ്ടാവും. അവിടെ ഇരിക്കണോ വേണ്ടോ എന്ന് തന്നെ സംശയമായി. എന്താ വെച്ചാൽ നിത്യപാരായണം പോലും ഉണ്ടാവില്ല അന്നത്തെ ദിവസം. എങ്കിലും അവിടെ ഇരുന്നു ഓരോരുത്തർ. ഇരുന്നപ്പോ കാണാം ഈ തിരക്കിന്റെ ഇടയിലും ആ ശാന്തിക്ക് ഒരു കുറവൊന്നുമില്ല. അതാണ് സ്പിരിച്വൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അൺകണ്ടീഷണൽ. സ്പിരിച്വൽ, അധ്യാത്മം എന്ന് പറയുന്ന വാക്കിന് അർത്ഥം തന്നെ വിച്ച് ഈസ് നോട്ട് കണ്ടീഷൻഡ്. റൂമിന്റെ ഉള്ളിൽ ഉണ്ടായാലേ ഉള്ളൂ, അല്ലെങ്കിൽ ഈ പൂജ ചെയ്യുമ്പോഴേ ഉള്ളൂ, അല്ലെങ്കിൽ ധ്യാനിക്കുമ്പോഴേ ഉള്ളൂ, പ്രകൃതി രമണീയമായ സ്ഥലത്തേ ഉള്ളൂ, അങ്ങനെയൊന്നുമില്ല. ഈ സാന്നിധ്യം എന്ന് പറയുന്നത് ചിലപ്പോ മാർക്കറ്റ് പ്ലേസിൽ എവിടെയെങ്കിലും ഒരു മൂലയിൽ ഒരു ചെറിയ അമ്പലം ഉണ്ടാവും, ദിവ്യമായിരിക്കും. പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്ത് ചിലപ്പോൾ കാണില്ല, ഘോരമായ എന്തെങ്കിലും സാന്നിധ്യം ഉണ്ടാവും അവിടെ, പറയാനേ പറ്റില്ലാത്ത. അതുകൊണ്ട് ആ തിരക്കിന്റെ ഇടയിൽ ഭഗവാന്റെ ആ സമാധി സ്ഥലത്ത് അത്തരത്തിലൊരു പ്രശാന്തി.
ശരി, അവിടെ ഇരുന്നു. ആരോ ഒരു ഭക്തൻ വന്നു സമാധിയുടെ മുമ്പില്. അയാൾ എന്തോ ചോദിച്ചു, 2 വാക്ക് ഞാൻ പറഞ്ഞു. ഒരു പ്രദക്ഷിണം വെച്ചിട്ട് എഴുന്നേറ്റ് വരുമ്പോ ഈ സമാധിയുടെ മുമ്പിൽ ഒരുപാട് പേര്, അതിന്റെ ആ തിരക്കിന്റെ ഇടയിൽ അവരൊക്കെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കണ്ണുമടച്ച്. അവര് ധ്യാനിക്കലല്ല, ആ സ്ഥലത്ത് എത്തിയാൽ നടക്കും. ഇതേ ആളുകൾ അരുണാചലേശ്വർ കോവിലിൽ പോയാൽ ധ്യാനിക്കൊന്നുമില്ല. അവിടുത്തെ ഭാവം വേറെയാണ്. അവിടെ പോയാൽ നമസ്കരിക്ക് തൊഴുതിട്ട് പോകാനേ നിൽക്കുള്ളൂ. ഇതേ ആളുകൾ വേറെ ഒരു സ്ഥലത്ത് പോയാൽ വരുമ്പോൾ വഴിപാട് ചെയ്യുന്ന ആളുകളാണ്. ഈ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ അവരറിയാതെ അങ്ങോട്ട് ആ തിരക്കിന്റെ ഇടയിലും ഇറ്റ് ഈസ് നോട്ട് പ്രൊഡ്യൂസ്ഡ് ബൈ സം എക്സ്റ്റേണൽ സിറ്റുവേഷൻ, എന്താ പറയാ, അറേഞ്ച്മെന്റ്, എക്സ്റ്റേണൽ അറേഞ്ച്മെന്റ് കൊണ്ടുള്ള ഒരു ശാന്തിയല്ല. അതുകൊണ്ട് ആ 100-300 പേര് ബഹളം കൂട്ടിക്കൊണ്ടിരിക്കുന്ന നടുവിൽ ഒരു 60-70 പേര് കണ്ണുടച്ചങ്ങിരിക്കും അവിടെ എവിടെയായിട്ട്. ആ മാജിക് ഇപ്പോഴും കാണാം നിങ്ങൾക്ക്. ഈ തിരക്കിന്റെ ഇടയിലും കാണാം അത്. ഇതൊക്കെ ശ്രദ്ധിക്കണം. ഇതൊക്കെ ശ്രദ്ധിച്ച് നമ്മള് തീർത്ഥക്ഷേത്രങ്ങളൊക്കെ പോകുമ്പോ ഈ തീർത്ഥക്ഷേത്രമൊക്കെ നശിച്ചു പോയി, ഇവിടെ കട വന്നു, ഇതൊക്കെ നമ്മളുടെ ദൃഷ്ടിയിൽ മുമ്പിൽ പോവുള്ളൂ. അതിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ വല്ലത് ഉണ്ടോന്ന് ശ്രദ്ധിക്കണം. നമ്മള് ഇതൊന്നും കാണാനല്ലല്ലോ പോയിരിക്കണത്. അരുണാചലത്തിൽ തന്നെ ഒരു യോഗി ഉണ്ടായിരുന്നു, രാം സുരത് കുമാർ. അദ്ദേഹം എപ്പോഴും ബീഡി വലിച്ചുകൊണ്ടിരിക്കും. ഒരു ആളെ, എനിക്കറിയുന്ന ഒരു മഹാത്മാ ഒരാളെ പറഞ്ഞു വെച്ചു, പോയി കണ്ടിട്ട് വരുന്നു അമ്പലത്തിൽ പോയിട്ട്. അതേപോലെ തന്നെ ബോംബെയിൽ നിസർഗദത്ത മഹാരാജനെ കാണാൻ പോയിട്ട് ഉണ്ടായിട്ട് ഈ പോയി കാണാൻ പോയ ആള് കണ്ടിട്ട് വന്ന് പറഞ്ഞു, അയ്യേ അദ്ദേഹം ബീഡി വലിക്കണു. എന്റെ അടുത്ത് യോഗിയെ കണ്ടിട്ട് വരാൻ പറഞ്ഞാൽ നീ ബീഡിയെ കണ്ടിട്ട് വന്നിരിക്കുന്നു. അത് നിനക്ക് എവിടെ വേണമെങ്കിൽ കാണാമല്ലോ. നമുക്ക് കാണാൻ അറിയണമല്ലോ, നമ്മൾ വേറെ എന്തോ കണ്ടുപോകും എന്നാണ് പറയുന്നത്. അപ്പോ ഈ ആശ്രമ പ്രദേശത്ത് അത്തരത്തിലൊരു ശാന്തി, അതിന്റെ നടുക്ക് ഇവരൊക്കെ ധ്യാനിച്ചിരിക്കേണ്ട. അതിന് മുമ്പിൽ ഒരു പയ്യൻ ഇരിക്കുന്നുണ്ട്. ഞാൻ കാണും ചെയ്തു. ഇങ്ങോട്ട് നടന്നു വന്നു. ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ടാവും. ഇയാളെ എഴുന്നേറ്റ് എന്റെ പുറകെ വരികയും ചെയ്തു. എന്റെ അടുത്ത് വന്നിട്ട് രമണ മഹർഷിയുടെ ഉപദേശം എന്താണ് എന്ന് ചോദിച്ചു. ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ഭഗവാന്റെ ഉപദേശം, ആത്മവിചാരം, ഞാൻ ആര് എന്നുള്ള ഉപദേശം, ഇതൊക്കെ പറഞ്ഞു കൊടുത്തു. ഇതൊക്കെ ഇയാൾ കേട്ട് കഴിഞ്ഞ് ഇതിന്റെ ഇടയിൽ എന്റെ മനസ്സിലൊരു വിചാരം എന്താന്ന് വെച്ചാൽ, ഇയാൾ എന്നെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവണം, എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവണം, ഏതെങ്കിലും പ്രഭാഷണം കേട്ടിട്ടുണ്ടാവണം. അതുകൊണ്ടാണല്ലോ ഇപ്പൊ എന്റെ അടുത്തൊന്നും ഇപ്പൊ ചോദിക്കാൻ കാരണം. ഈ തിരക്കിന്റെ ഇടയിൽ ഈ 10, 200 പേര് 300 പേര് അതിനകത്ത് വന്നും പോയും കൊണ്ടിരിക്കുന്നതിന്റെ ഇടയില് അങ്ങനെ കരുതിയിട്ട് ഞാൻ ഒന്നും അങ്ങോട്ട് ആദ്യം ചോദിച്ചില്ല. അങ്ങോട്ട് പറഞ്ഞു കൊടുത്ത ശേഷം ചോദിച്ചു, എന്നെ എവിടെയാ പരിചയം ചോദിച്ചു. നിങ്ങളെ എനിക്ക് അറിയില്ലല്ലോ, ഈ പരിചയമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു. പിന്നെ എന്താ എന്റെ അടുത്ത് വന്ന് ചോദിച്ചതെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ കുറെ ആയിട്ട് സാധനയൊക്കെ ചെയ്തുകൊണ്ട്, അധ്യാത്മ സാധനയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് ഈ മഹർഷിയുടെ ഫോട്ടോ കണ്ടിട്ട് ഒരു ഇഷ്ടം തോന്നി. അപ്പോ ഒരു ജ്യോത്സ്യന്റെ അടുത്ത് ചോദിച്ചു അത്രേ. നോക്കൂ, ഇന്ന വഴി തന്നെ വേണമെന്നൊന്നുമില്ല. എനിക്ക് രമണ മഹർഷിയുടെ മാർഗത്തിൽ എന്തെങ്കിലും ഒരു വഴി കിട്ടണം, എനിക്ക് ഉപദേശം എന്തെങ്കിലും കിട്ടണം, അദ്ദേഹത്തിന്റെ ടീച്ചിങ് എന്താണെന്ന് എനിക്കൊന്ന് അറിയണം, എന്താ വഴിയും ചോദിച്ചു. അപ്പൊ ജ്യോത്സ്യം പറഞ്ഞു കൊടുത്തു അത്രേ, 3 പൗർണമിക്ക് പ്രദക്ഷിണം ചെയ്യാം. ചെയ്തിട്ട് 3ാമത്തെ പൗർണമിക്ക് രമണ മഹർഷിയുടെ സമാധിയുടെ മുമ്പിൽ ചെന്ന് കണ്ണടച്ച് ധ്യാനിച്ചിരിക്കുക. എന്നിട്ട് കണ്ണു തുറക്കുമ്പോ ആദ്യം ആരെ കാണുന്നോ അവരെടുത്ത് പോയി ചോദിക്കാം. ഒരു വിധത്തിൽ ഞാൻ കരഞ്ഞുപോയി. എന്നുവെച്ചാൽ ഭഗവാൻ നമുക്കൊരു ചെറിയൊരു യോഗ്യത, ഒരു സീല് വെച്ച് തന്നുവല്ലോ. കരയാതെ പിന്നെ എന്താ ചെയ്യാം? എന്നുവെച്ചാൽ ഇയാൾക്ക് മുമ്പിൽ എന്നെ കണ്ടു, കണ്ണു തുറന്നു നോക്കി എന്നെ കണ്ടു, പുറകെ വന്നു, ചോദിച്ചു, അയാൾക്ക് കിട്ടുകയും ചെയ്തു. പിന്നെ അയാൾ ആരാ എന്താ ഞാൻ ചോദിക്കാനൊന്നുമില്ല, അയാൾ പോയി. എന്തിനു പറയണമെന്ന് വെച്ചാൽ, ഇതാണ് അധ്യാത്മ ജീവിതം. ഇത് നിങ്ങൾക്ക് മാപ്പ് വരയ്ക്കാൻ പറ്റാത്തതാണ് ലൈഫ്.
ഇങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഈ വഴിക്ക് പോകുക, ആ വഴിക്ക് പോകും. നിങ്ങളുടെ ഉള്ളില് ഇഫ് യു ആർ റിയലി സിൻസിയർ, നിങ്ങൾക്ക് ഭഗവത് പ്രാപ്തി വേണമെന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ ഭഗവാൻ വരും, ഏതെങ്കിലും വഴിയിൽ നിങ്ങൾക്ക് വഴി കാണിക്കും. പക്ഷെ നിങ്ങളാണ് മുഖ്യം. ഞാനിപ്പോ ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ കാര്യമായിട്ട് പറയണമെങ്കിലും നിങ്ങൾ സിൻസിയറായിട്ട് ഇരുന്നാലേ പറ്റുള്ളൂ. എന്നെ കൊണ്ടൊന്നും പറ്റില്ല. നിങ്ങളുടെ ഹൃദയത്തിൽ അത് വേണമെന്നുണ്ടെങ്കിൽ നടക്കും. അതിന് വേണ്ട ഉപദേശമൊക്കെ നിങ്ങൾക്ക് കിട്ടും. എന്നുവെച്ചാൽ ഗുരു ഭഗവാൻ മാത്രമാണ്. അതാണ് കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ഭാഗവതത്തിലെ അഷ്ടമസ്കന്ധത്തിൽ പറഞ്ഞു, അങ്ങാണോ ഗുരു. ഗുരുവായിട്ട് തന്നെ ഭഗവാനെ സ്തുതിക്കുകയാണ്. അനാദ്യ അവിദ്യോപഹതാത്മ സംവിദ തന്മൂല സംസാര പരിശ്രമാതുരാഹ യദൃച്ഛയേഹോപഗതാഹ യമാപ്നുയുഹു വിമുക്തിദോ നഃ പരമോ ഗുരുർഭവാൻ. ഭഗവാനെ അവിടുന്നാണോ ഗുരു. പല രൂപത്തിലും പല ഭാവത്തിലും വന്ന് ഉപദേശിക്കുന്നത് അവിടുന്ന് തന്നെ. ആ ഭഗവാനാണ് ഈ ഗീതാമൃതം നമുക്ക് തന്നത്. വേദം എവിടുന്ന് വന്നുവോ ആ ഭഗവാന്റെ അടുത്തുനിന്ന് തന്നെയാണ് ഗീതയും വന്നത്. വേദാർത്ഥം എല്ലാവർക്കും മനസ്സിലാക്കാൻ വയ്യാത്തത് കൊണ്ട് 700 ശ്ലോകത്തിൽ ചുരുക്കി സമസ്ത വേദാർത്ഥ സാര സംഗ്രഹഭൂതം. വേദത്തിന്റെ അർത്ഥം മുഴുവൻ സംപുടീകരണം എന്ന് പറയും നമ്മൾ. സംപുടീകരിച്ച് സാധാരണ ഇപ്പോ ബ്രാഹ്മണരടുത്ത് പലയിടത്ത് ഞാൻ പറയാറുണ്ട്, ബ്രഹ്മയജ്ഞ പ്രശ്നം ചൊല്ല എന്നൊരു സമ്പ്രദായമുണ്ട്. സമ്പ്രദായമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ബ്രഹ്മയജ്ഞം, ഋഷിതർപ്പണം, പിതൃതർപ്പണം ഇതൊക്കെ ചെയ്തിട്ട് വേദത്തിൽ ഏതെങ്കിലും ഒരു പ്രശ്നം ചൊല്ല എന്നൊരു സമ്പ്രദായം. ഓർമ്മ നിൽക്കാൻ വേണ്ടിയിട്ടാണത്. ഇപ്പൊ ബ്രഹ്മയജ്ഞ പ്രശ്നം ചൊല്ലാൻ യോഗ്യതയില്ലാത്തവര്, വേദം പഠിക്കാൻ യോഗ്യതയില്ലാത്ത എന്നുവെച്ചാൽ കഴിഞ്ഞുപോയി, വയസ്സുപോയി, ഒന്നും പഠിക്കാൻ വയ്യെങ്കിലും ഭഗവത്ഗീത ഒരധ്യായം പാരായണം ചെയ്താണ്. എന്നുവെച്ചാൽ അതിനകത്ത് വേദമുണ്ട്. വേദമാണ്. ഗീത പഠിച്ചാലേ വേദം മനസ്സിലാവുള്ളൂ. വേദം പഠിച്ച വേദം മനസ്സിലാവില്ല. വേദാർത്ഥ വ്യാഖ്യാനമാണ് ഭഗവത്ഗീത. വേദത്തിലുള്ള കർമ്മം, ജ്ഞാനം, ഉപാസന എല്ലാത്തിന്റെയും അർത്ഥം അറിയണമെങ്കിൽ ഗീതയിലേക്ക് വരണം. ഗീത പഠിച്ചിട്ട് വീണ്ടും വേദത്തിൽ പോയി നോക്കിയാൽ കാണാം ഇതൊക്കെ ഭഗവത്ഗീതയിലുണ്ടല്ലോ എന്ന് കാണാം. ഗീത എല്ലാ ലെവലിലുള്ളവർക്കും വഴി കാട്ടിയിട്ടുണ്ട്. ഈ 700 ശ്ലോകം മതി നമുക്ക് നിത്യപാരായണത്തിന്. ഭാഗവതം പോലും പലരോടും ഞാൻ പറഞ്ഞു, നിങ്ങൾ ഭാഗവതം ഒന്നും പഠിക്കണ്ട, ഗീത മതി എന്നാണ്. എന്നുവെച്ചാൽ ഭാഗവതം നിങ്ങൾ പഠിച്ച് നിങ്ങൾ മനസ്സിലായി എന്നൊക്കെ ധരിക്കും എന്നല്ലാതെ മനസ്സിലാവുമൊന്നുമില്ല. ഗീത ആദ്യം നല്ലവണ്ണം മനനം ചെയ്യാം, എന്നിട്ട് പിന്നെ ഭാഗവതമൊക്കെ തുറന്നു നോക്കിയാൽ കുറെയൊക്കെ മനസ്സിലാവും. കുറച്ചൊക്കെ എന്നുവെച്ചാൽ ആ ഭാഗവത്തെ വിദ്യാവതാം പരീക്ഷ എന്നാണ് പറയുന്നത്. പരീക്ഷ ഒരാൾക്ക് എക്സാമിനേഷൻ ടെസ്റ്റ് പേപ്പർ നടത്തണമെങ്കിൽ ഭാഗവതം കൈക്കൊടുത്താൽ മതി. അതൊരർത്ഥം. മറ്റൊരർത്ഥം ഏറ്റവും ഗഹനമായ പരമഹംസ സംഹിതയാണ്. അത് മുഴുവൻ പഠിച്ചു എന്ന് ആർക്കും പറയാൻ വയ്യ. അതുകൊണ്ട് ഭഗവത്ഗീത ദിവസം കുറച്ച് സ്വൽപ്പമപ്യസ്യ, ഭഗവാൻ തന്നെ പറഞ്ഞു ഇത്തിരി എടുത്തു കുടിച്ചാൽ മതി എന്നാണ്. ത്രായത്തെ മഹത്തോ ഭയാത്. ഈ സംസാരത്തിലുള്ള ഭയം അങ്ങോട്ട് നീങ്ങിക്കിട്ടും, പേടി അങ്ങോട്ട് നീങ്ങിക്കിട്ടും. അർജുനൻ എങ്ങനെ ധനുസ് എടുത്ത് കരിഷ്യേ വചനം തവ എന്ന് പറഞ്ഞു, അതുപോലെ നമുക്കും നമ്മളുടെ ധർമ്മം എന്താന്ന് വെച്ചാൽ, കാരണം ഒരാളുടെ ജീവിതം പോലെ ആയിരിക്കില്ലേ വേറെ ഒരാളുടെ ജീവിതം. ഒരിക്കലും റെഡിമെയ്ഡായിട്ട് ഇങ്ങനെ ചെയ്യൂ എന്ന് ആർക്കും ഉപദേശിക്കാൻ പറ്റില്ല. ഹിരണ്യകശിപുവാണ്, പ്രഹ്ലാദനാണ്. 1000 വർഷം ഉപദേശിച്ചാൽ ഹിരണ്യകശിപു പ്രഹ്ലാദനാവില്ല, പ്രഹ്ലാദന് ഹിരണ്യകശിപു ആവില്ല. ഇതാണ് വസ്തുസ്ഥിതി. ഇതിനാണ് സ്വഭാവം എന്ന് പറയുന്നത്. നമ്മൾ ഇനി കാണാൻ പോണു ഈ അധ്യായത്തില്. അതുകൊണ്ട് സ്വഭാവത്തിനെ പോലും ഒരു ലിമിറ്റിന് മേലെ ഫീൽഡിന്റെ ഉള്ളിലല്ലാതെ മാറ്റിമറിക്കാൻ പറ്റില്ല. ഒരാളെ മറ്റൊരാളാക്കി മാറ്റാനേ പറ്റില്ല. ഇതൊക്കെ ബേസിക്കായിട്ട് ചില കാര്യങ്ങളാണ് പറയണത്. ആദ്യം ബ്രഹ്മവിദ്യ പറഞ്ഞു, ഇപ്പൊ സ്വഭാവം.
ഒരാളെ മറ്റൊരാളായിട്ട് മാറ്റാനേ പറ്റില്ല. അപ്പൊ നിങ്ങള് എന്നെ നോക്കിക്കൊണ്ട് എന്നെ പോലെ ആവണമെന്ന് വിചാരിച്ച സാധിക്കില്ല. ഞാൻ നിങ്ങളെ പോലെ ആവണമെന്ന് വിചാരിച്ച സാധിക്കില്ല. ഒരാൾക്ക് വേറെ ഒരാൾ ഐഡിയൽ വെച്ചാൽ, ജിഡു കൃഷ്ണമൂർത്തി എന്ന് പറഞ്ഞൊരു ചിന്തകനുണ്ടായിരുന്നു. അദ്ദേഹം പറയും ഐഡിയൽ ഈസ് ബ്രൂട്ടൽ എന്ന് പറയും. ആദ്യം കേൾക്കുമ്പോൾ തോന്നി എന്താ അദ്ദേഹം ഇങ്ങനെ പറയണത് എന്നത്. ഒരു ആദർശമാണ് ഏറ്റവും വലുതെന്നാണല്ലോ നമ്മൾ കരുതിയിരിക്കുന്നത്. ഇദ്ദേഹമാണെങ്കിൽ പറയണു ആദർശം വെക്കുക എന്ന് പറയുന്നത് ഏറ്റവും ഹിംസാത്മകമായ ഒരു ക്രിയയാണെന്നാണ്. പിന്നീടാണ് നമുക്ക് മനസ്സിലാവുക ആദർശം വേറെ ഒരാളാണ്, ഒരിക്കലും അത് സത്യമാവില്ല. അത് വെച്ചുകൊണ്ട് ഞാൻ കൂടുതൽ അതുപോലെ ആവാൻ ശ്രമിക്കും തോറും എന്റെ ഉള്ളിലുള്ള സ്വഭാവത്തിനെ, എന്റെ അന്തര്യാമിയെ, ജീവനെ ഞാൻ ഹിംസിക്കും. ഇതാണ് നമുക്ക് സ്കൂൾ വിദ്യാഭ്യാസത്തിലൊക്കെ പറ്റണ കുഴപ്പം. ഒരു കുട്ടിയെ കണ്ടിട്ട് അവനെ പോലെ എല്ലാ കുട്ടിയും ആവണം, ഒരാളെ പോലെ എല്ലാവരും പഠിക്കണം, ഒരാൾ ഡോക്ടറായ എല്ലാവരും ഡോക്ടറാവണം. നല്ല കഴിവുണ്ടാവും ആ കുട്ടിക്ക്, വേറെ ഏതെങ്കിലും വഴിയില്ല. അതിനെ അഹിംസിച്ച് അടക്കി വേറെ എന്തോക്കെ ആക്കാൻ ശ്രമിച്ച് ഏച്ചുകൂട്ടി മുഴച്ചു നിൽക്കുക അല്ലേ? ഒരിക്കലും ചെയ്യാൻ പാടില്ല. സ്വഭാവം മാറ്റാൻ പറ്റില്ല. ഞാൻ ഇങ്ങനെയാണ്. പക്ഷെ ആ സ്വഭാവത്തിനെ വരുതിക്കുള്ളിൽ നിർത്തുന്നതിന് പേരാണ് ധർമ്മം. ആ സ്വഭാവം നമ്മളെയും ഹിംസിക്കാൻ പാടില്ല, ബാക്കിയുള്ളവരെയും ഹിംസിക്കാതിരിക്കാൻ ഒരു വരുതി, ഒരു ട്രാക്ക് ഇട്ട് കൊടുക്കുന്നതാണ് ധർമ്മം. ആ ധർമ്മം വേദം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ധർമ്മം ആത്യന്തികമല്ല. ധർമ്മം നമുക്ക് ലോകത്തിലെ നമ്മളുടെ സ്വഭാവത്തിനെ വരുതിക്കുള്ളിൽ നിർത്താനാണ്. ജ്ഞാനമോ സ്വഭാവത്തിനപ്പുറമുള്ള വസ്തുവിനെ കാണിച്ചു തരാനാണ്. അതുകൊണ്ട് നമ്മളുടെ സ്വഭാവം ഒരിക്കലും ഒരാൾ മറ്റൊരാളായിട്ട് തീരാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളുടെ സ്വഭാവം വളരെ കൺഫ്യൂസിംഗ് ആണ്. ഇപ്പോ നമ്മളൊക്കെ ഇവിടുന്ന് പിരിഞ്ഞു പോയാൽ ഓരോരുത്തരും ഓരോ വീട്ടിലേക്കാ പോണത് അല്ലേ? ഓരോരുത്തരും ഓരോ വീട്ടിലേക്കാണ്. നിങ്ങൾക്കൊക്കെ വേണമെങ്കിൽ ഞാൻ ടോർച്ച് തരാം. ആ ടോർച്ച് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് പോവാം നിങ്ങളുടെ വീട്ടിലേക്ക്. അവിടെ ഫ്രീഡം ഉണ്ട്. നേരെ മറിച്ച് ഞാൻ പറയണത് നിൽക്കൂ, ഇവിടെ ഇരുട്ടി, വെളിച്ചമില്ല. അതുകൊണ്ട് ഒരാളെ വിളിച്ചിട്ട് നിങ്ങൾ എല്ലാരെയും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അയാൾ ഏത് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും? അയാൾക്കറിയോ നിങ്ങളുടെ ഓരോരുത്തരുടെയും വീട്? ലൈറ്റ് വേണമെങ്കിൽ തരാം. എന്താന്ന് വെച്ചാൽ ദാറ്റ് ഈസ് എ കോമൺ തിങ്. എല്ലാവർക്കും സമാനം അല്ലേ? ജ്ഞാനം സമാനമാണ്, പക്ഷെ ധർമ്മം എല്ലാവർക്കും സമാനമല്ല. അത് ഒരു പരിധി വരെ വേദം പറഞ്ഞു തരും. അതിനുമേലെയും വ്യക്തിഗത ധർമ്മത്തിനെ, സ്വഭാവത്തിനെ അവനവൻ കണ്ടുപിടിച്ചുകൊണ്ട് നിൽക്കണം. അതിനാണ് സാധന, തപസ് എന്ന് പറയുന്നത്. അത് ഒരു ഗുരുവിനും പറഞ്ഞുതരാൻ പറ്റില്ല. വ്യക്തിഗത ധർമ്മത്തിനെ, ആ വ്യക്തിഗത സ്വഭാവത്തിനെയും സാധനാപരമായി പരിണമിപ്പിച്ചുകൊണ്ട് മേലെ പോകുന്ന മാർഗമാണ് യോഗം എന്ന് പറയുന്നത്. ധർമ്മം കൊണ്ട് ശുദ്ധം സ്ഫുടം ചെയ്ത് ജ്ഞാനം കൂടുതൽ കൂടുതൽ പ്രകാശിക്കുന്ന രീതിയിൽ ജീവിച്ചു പോകുന്നത് യോഗമാണ്. ഇപ്പൊ പറയണതൊക്കെ നിങ്ങൾക്ക് അതേപടി പോവോ ഉള്ളിലെന്ന് അറിയില്ല എനിക്ക്. ഈ അധ്യായം കുറച്ച് വിഷമം പിടിച്ച അധ്യായമാണ്. അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് മുൻകൂട്ടി ഒരു കാര്യം പറയണം. ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ജ്ഞാനം എന്ന് പറയുന്നത് സുസ്പഷ്ടം, സിമ്പിളാണ്. ഇപ്പൊ രാവിലത്തെ പ്രഭാഷണം നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം. രാവിലെ എന്താണെന്നും കൂടെ പറഞ്ഞു കളയാം. ഇതുവരെ ചെയ്യാത്തൊരു വിഷയം, പക്ഷെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഷയമാണ്. ഭഗവാൻ രമണ മഹർഷിയുടെ ഞാൻ ആരാന്നുള്ള പുസ്തകം ഉണ്ടല്ലോ, ആ പുസ്തകത്തിലെ ഓരോ വാക്കുകളായി എടുത്ത് അർത്ഥം പറഞ്ഞു പോവുകയാണ്. അതാണ് രാവിലത്തെ പ്രഭാഷണം. അതുകൊണ്ട് അത് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രയും സിമ്പിളാണ് കാര്യം. ട്രൂത്ത് ഈസ് വെരി സിമ്പിൾ, ഒരു കുഴപ്പമില്ല. പിന്നെന്താ ബുദ്ധിമുട്ട്? വി ആർ വെരി കോംപ്ലക്സ്. ട്രൂത്ത്, ഭഗവാൻ വളരെ സിമ്പിളാണ്. ഭഗവാൻ എപ്പോഴും അവൈലബിൾ ആണ് അല്ലേ? ഭഗവാനെ നമുക്ക് എത്ര വേണമെങ്കിലും ബുദ്ധിമുട്ടിക്കാം, ഭഗവാനെ എത്ര പ്രാവശ്യം വേണമെങ്കിലും വിളിക്കാം അല്ലേ?
ഭഗവാനെ വിളിക്കുകയാണല്ലോ നമ്മൾ എന്തിനു വേണമെങ്കിലും. നിങ്ങളുടെ മകനെ ഒരു 4 പ്രാവശ്യം വിളിച്ചു നോക്കൂ. നല്ല പറഞ്ഞാ കേൾക്കണ ചെക്കനാണെങ്കിൽ പോകും, എന്തോ കുഴപ്പം പറ്റിയെന്ന് തോന്നുന്നു എന്ന് പറയാം അച്ഛൻ. മകനാണെങ്കിൽ പോലും 4 പ്രാവശ്യത്തിന് മേലെ വിളിച്ചാൽ ചീത്ത വിളിക്കും. ഭഗവാനെ 4000 പ്രാവശ്യം വിളിച്ചാലും സന്തോഷിക്കും. 4 ലക്ഷം പ്രാവശ്യം വിളിച്ചാൽ അത്രയും സന്തോഷിച്ചിട്ടുണ്ടാവും അല്ലേ? പക്ഷെ നമ്മള് വിളിക്കാൻ കൂട്ടാക്കുന്നില്ല. എന്താന്ന് വെച്ചാൽ നമ്മൾക്ക് മകനുണ്ട്, ഭാര്യയുണ്ട്, വേലക്കാരുണ്ട്, ഗവൺമെന്റ് ഉണ്ട്, ആരൊക്കെ ഉണ്ട് വിളിക്കാൻ? എവിടെയൊക്കെയോ വിളിച്ചുകൊണ്ടിരിക്കുക അല്ലേ? അപ്പോ നമ്മളാണ് കോംപ്ലക്സ്, ഭഗവാനല്ല. ഭഗവാൻ എവർ അവൈലബിൾ. ഭഗവാൻ തന്നെ സുഹൃതം സർവഭൂതാനാം. ഞാൻ വലിയ ഫ്രണ്ടാണെന്നാണ്. ഒരാള് നമ്മളുടെ കൂടെ സ്വസ്തി കൂടി ഞാൻ എന്റെ ഫ്രണ്ടാണ് നമ്മൾ പോ പിന്നാലെ പോകുന്നു പറഞ്ഞു ശ്രദ്ധിക്കാതിരിക്കുക. ഇതാണ് നമ്മൾ ചെയ്യണത്. ഭഗവാൻ പറഞ്ഞ ഞാൻ പുറകെ നടക്കുന്നുണ്ട്, നീ ശ്രദ്ധിക്കണില്ല, അപ്പൊ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് തന്നെ വേണം, പക്ഷെ നിനക്ക് എന്നെ വേണ്ട, ഞാൻ എന്ത് ചെയ്യും? സത്യം വളരെ സിമ്പിളാണ്, വളരെ വളരെ സിമ്പിൾ. ആ സിമ്പിളായ സത്യം അറിയാൻ എന്താ ബുദ്ധിമുട്ട്? നമ്മളുടെ ഉപാധി വളരെ കോംപ്ലക്സ് ആണ്. അതുകൊണ്ട് ഈ ഉപാധിയെ ശുദ്ധമാക്കിയിട്ട് വിവേകം, വൈരാഗ്യം, ശമം, ദമം, ഉപരത്തി, ശ്രദ്ധ, സമാധാനം ഒക്കെ തെളിഞ്ഞ ഒരു മനസ്സോടുകൂടെ ഉള്ള ഒരാൾക്ക്, ഉപാധി ദോഷമൊന്നുമില്ലാത്ത ഒരാൾക്ക് ഈ ജ്ഞാനം കേട്ട ഇങ്ങനെ പ്രകാശിക്കുന്നതാണ്. കൈഞ്ഞൊടുക്കുന്ന വേഗത്തിൽ പ്രകാശിച്ച് ജീവൻ മുക്തനാവും. രമണ മഹർഷിക്ക് ഒരു 15 മിനിറ്റ് നേരെ വേണ്ടി വന്നു. എന്താന്ന് വെച്ചാൽ പരിപക്വമായിരുന്നു. ജനകൻ അഷ്ടാവക്രനോട് ചോദിച്ചു, എത്ര നേരം വേണം ജ്ഞാനത്തിന് എന്ന്? അതിന് നേരമൊന്നും വേണ്ടാന്നു. അങ്ങ് ഉപദേശിക്കും എനിക്കെന്ന്. നേരമില്ലാതെ എങ്ങനെ ജ്ഞാനം വരും? ജ്ഞാനത്തിനും നേരത്തിനും ഒരു സംബന്ധമില്ലാതെ. നാളെ ആശ്രമത്തേക്ക് വരുമെന്നു ജനക മഹാരാജാവ് അടുത്ത ദിവസം അഷ്ടാവക്ര മഹർഷിയെ കാണാൻ കുതിരപ്പുറത്തിരുന്നു. ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അഷ്ടാവക്രം പറഞ്ഞു, ഇറങ്ങുന്നതിന് മുമ്പ് ശരണാഗതി ചെയ്തിട്ട് അങ്ങോട്ട് ഇറങ്ങാം. ജനകൻ പരിപക്വയാണ്, ഞാൻ പരിപൂർണമായി അങ്ങോട്ട് തന്നിരിക്കണു പറഞ്ഞു. കുതിരപ്പുറത്തുനിന്ന് ഇറങ്ങാൻ പറ്റിയില്ല എന്നാണ്. അവിടെ തന്നെ സമാധിസ്ഥിതനായിട്ട് ഇരുന്നു അത്ര. ഇറങ്ങി നമസ്കരിക്കാൻ പോലും സമയം കിട്ടിയില്ല എന്നാണ് ഇങ്ങനൊരു കഥ പറയുന്നു. എന്താന്ന് വെച്ചാൽ അത്രയും നേരം പോലും വേണ്ട. പക്ഷെ നമ്മളുടെ ശരണാഗതിയൊക്കെ വായിലല്ലേ ഉള്ളൂ അല്ലെ? എല്ലാം ഗുരുവായൂരപ്പനാണ് നടത്തുന്നത്. നമ്മളൊരു വീട് കെട്ടി മെനക്കെട്ട് കുറെ ദിവസം അവരെ ചീത്ത വിളിച്ച് ഇവരെ ചീത്ത വിളിച്ച് കോൺട്രാക്ടറെ ചീത്ത വിളിച്ച് ഒക്കെ വീട് കെട്ടിക്കഴിഞ്ഞിട്ട് ആളുകളൊക്കെ വരുമ്പോ എങ്ങനെയുണ്ട്? നിങ്ങളെ പോലെ ആരാ കെട്ടിയിരിക്കുന്നത്? ഗുരുവായൂരപ്പനൊക്കെ ചെയ്യൂ, നമ്മളെന്താ ചെയ്യണത്? ഈ ഫസ്റ്റ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കണോ? എന്തിനാ ചോദിച്ചാൽ ഇവര് പറയണം വളരെ നന്നായിട്ടുണ്ടെന്ന് പറയണം. അത് കഴിഞ്ഞിട്ട് ഒക്കെ ഗുരുവായൂരപ്പനാ ചെയ്തു, നമ്മളെന്താ ചെയ്തെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ നമ്മളെ ശരണാഗതി. അപ്പോ കൊടുക്കുമ്പോ കഴിഞ്ഞു, ആ ക്ഷണത്തില് പൂർണ്ണത്വം സ്വതസിദ്ധമാണ്. പക്ഷേ അവിടേക്ക് പോവാൻ 2 മാർഗത്തിനെ വേദം തന്നെ വിധിച്ചു. വളരെ പക്വികളായിട്ടുള്ളവർക്ക് ഇവിടെ തന്നെ ശരീരത്തിലിരിക്കുമ്പോ തന്നെ ആ തത്വത്തിനെ അറിഞ്ഞ് ജീവൻ മുക്തരായിട്ട് തീരണം, ജ്ഞാനികളായിട്ട് തീരണം. ഞങ്ങൾക്കിപ്പോ അതൊന്നും സാധിച്ചില്ല. ഞങ്ങൾ ഭഗവത്ഗീത കേൾക്കുന്നുണ്ട്, ശ്രദ്ധയോടെ കേൾക്കുന്നുണ്ട്, ഭക്തിയോടെ കേൾക്കുന്നുണ്ട്, കുറച്ചൊക്കെ തെളിയുന്നുണ്ട്, എങ്കിലും പൂർണ്ണമായിട്ട് ഞങ്ങൾക്കൊന്നും തെളിഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഗതി എന്താവും? ഇനിയും വല്ല ഹോപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ പേടിക്കണ്ട. പിതതം പുരാണം, വളരെ പ്രാചീനമായിട്ടുള്ള ഒരു പന്ഥ ഉണ്ട്, ഒരു വഴി. മരിച്ചു കഴിഞ്ഞതോടുകൂടെ ഇവിടെ കഥയൊന്നും അവസാനിച്ചില്ല. ഇവിടുന്ന് അങ്ങോട്ട് നമ്മള് മരണത്തിന് ശേഷം ഊർധ്വമണ്ഡലങ്ങളിൽ കൊണ്ടുപോയിട്ട് വിമുക്തമാക്കുന്ന ഒരു പഥം, അതിനെയാണ് വേദം ക്രമമുക്തി എന്ന് പറയണത്. ക്രമമുക്തി യോഗമാർഗമാണത്. ആ യോഗമാർഗത്തിനെ ഈ അധ്യായത്തിൽ ഭഗവാൻ പറയാണ്. ഭക്തിമാർഗം എന്ന് വേണമെങ്കിൽ പറയാതെ സൂക്ഷ്മമാർഗം. അതില് നമ്മളുടെ ബലത്തിനെ നമ്മൾ ആശ്രയിക്കണില്ല,
ആ അന്തര്യാമിയായ ഭഗവാന്റെ ബലത്തിനെ തന്നെ ആശ്രയിക്കണം. നമ്മൾ പതുക്കെ വിട്ടുകൊടുക്കുകയാണ്. ഉള്ളിലുള്ള ഒരു ശക്തിയുടെ പിടിയിലേക്ക് നമ്മൾ നമ്മളെ തന്നെ വിട്ടുകൊടുക്കുകയാണ്. യമേവൈഷ വൃണുതേ തേന ലഭ്യ. ആ ശക്തി ഈ ജീവനെ പിടിച്ച് പടിപ്പടിയായി ഉയർത്തിക്കൊണ്ടുപോയി പൂർണ്ണമാക്കുന്നു. മരണസമയത്തില് മൂലാധാരം, സ്വാധിഷ്ഠാനം മുതലായ എല്ലാ ചക്രങ്ങളും കടന്ന് വിധൃതി വഴിയായിട്ട് ആ ജീവൻ പുറത്തേക്ക് പോകുന്നു. പതുക്കെ പതുക്കെ ബ്രഹ്മലോക പര്യന്തം പോയി ബ്രഹ്മാവിന്റെ കൂടെ മുക്തനാവുന്നു എന്നാണ് ശാസ്ത്രം പറയുന്നത്. ഇത് അതേപടി എടുത്തേ പറ്റൂ, വേറെ വഴിയില്ല. ഈ വേദത്തിനെ നമ്മൾ എടുക്കുമ്പോൾ എങ്ങനെ ജീവൻ മുക്തിയെ നമ്മൾ എടുക്കണോ അതേപോലെ ഈ ക്രമമുക്തി എടുത്തേ പറ്റൂ. എന്താണെന്ന് വെച്ചാൽ അതേ വേദം തന്നെയാണിത് പറയണത്. നമ്മളിവിടെയൊക്കെ ഉണ്ടെങ്കിൽ സൂക്ഷ്മ ദേവതകളൊക്കെ ഉണ്ട്, ബ്രഹ്മാദി ദേവന്മാരൊക്കെ ഉണ്ട്, അവരൊക്കെ ജ്ഞാനികളാണ്. അതിലേറ്റവും സൂക്ഷ്മമായ മണ്ഡലമാണ് ഈ ബ്രഹ്മലോകം എന്ന് പറയുന്നത്. ആ ബ്രഹ്മലോക പര്യന്തം കൊണ്ടുപോയി വിമുക്തമാക്കണു എന്നൊരു സമ്പ്രദായമാണ് ഈ ക്രമമുക്തി എന്ന് പറയുന്നത്. എന്തായാലും ഇവിടെ യോഗമാർഗത്തിനെ ഭഗവാൻ ഈ അധ്യായത്തിൽ പറയാൻ പോവാണ്. അക്ഷരബ്രഹ്മയോഗം എന്നാണ് പൊതുവെ ഇതിന് അധ്യായത്തിന് പേര് പറയണത്. ഇല്ല, അതന്നെ അക്ഷരം ബ്രഹ്മപരമം എന്ന് തുടങ്ങുന്നത് കൊണ്ട് ഈ അധ്യായത്തിന് അക്ഷരബ്രഹ്മയോഗം എന്ന് പേര്. ഇതിൽ കുറെ ടെർമിനോളജീസ് ഒക്കെ വരും. ആദ്യത്തില് കുറെ വിഷയങ്ങളൊക്കെ വരും. വിഷയത്തിന് കഴിയുന്നതും സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് നമ്മൾ പോവാം. എങ്കിൽ ഈ അധ്യായം തന്നെ പറഞ്ഞാവണമല്ലോ. അതുകൊണ്ട് ക്രമമുക്തി ആണ് ഈ അധ്യായത്തിന്റെ മുഖ്യ വിഷയം. യോഗമാർഗത്തിൽ പോണവരാണ്. അങ്ങനെ പോയിട്ടുള്ള യോഗികൾ ഒരുപാട് പേരുണ്ട്. നിങ്ങൾക്ക് യോഗി എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് വിഷമാവും. അതുകൊണ്ട് പറയണ, സിമ്പിളായിട്ട് പറയണ ഭക്തി. നമ്മളുടെ ബലത്തിനെ ആശ്രയിക്കാതെ ഭഗവാന്റെ ബലത്തിനെ ആശ്രയിക്കുമ്പോൾ അവസാന സമയത്ത് അതിഭീഷണ കടുഭാഷണ യമകിങ്കര പടലീ കൃതതാടന പരിപീഡന മരണാഗമ സമയേ ഉമയാ സഹ മമ ചേതസി യമശാസന നിവസൻ ഹരശങ്കര ശിവശങ്കര ഹരമേ ഹരദുരിതം. അവസാന കാലത്തിൽ ഭഗവാനെ യമദൂതന്മാര് വന്ന് പിടിച്ചു വലിക്കുമ്പോ അവിടുന്ന് എന്റെ മുമ്പിൽ വന്ന് നിന്ന് ഉമയാസഹ മമ ചേതസി, ഭഗവാന്റെ കാരുണ്യശക്തിയാണല്ലോ ദേവി, ആ ശക്തിയോടുകൂടെ എന്റെ മുമ്പിൽ വന്ന് നിന്ന് എന്നെ കരകയറ്റണമെന്നാണ്. അങ്ങനെ കയറിയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അവരൊക്കെ നമുക്ക് പ്രമാണമാണ്. ആ പ്രമാണമൊക്കെ എടുത്തുകൊണ്ട് തന്നെയാണ് ഈ അധ്യായം ഞാൻ പറയാൻ പോണത്. എന്നുവെച്ചാൽ ഈ അധ്യായം എല്ലാവർക്കും ഒരു വലിയ ഹോപ്പാണ്. എന്തിനാപ്പം ഇങ്ങനെ ഒരു മനോമയമായ മാർഗത്തിനെ പറയണത്? ചിന്മയമായ വളരെ തെളിഞ്ഞ മാർഗം, വേദാന്തത്തിന് തെളിഞ്ഞ ചിന്മയമായ മാർഗം ഉള്ളപ്പോ ഈ മനോമയമായ ഒരു കാര്യം എന്തിനാപ്പ പറയണത് എന്ന് വെച്ചാൽ 99% മനോമയ ജീവികളാണ്. ചിന്മയമായ മാർഗം വളരെ തെളിഞ്ഞതാണ്. അതിന് യോഗ്യതയുള്ള ആളുകൾക്ക് വളരെ സുലഭം. മഹാഭാഗ്യവാന്മാർ എത്ര ജന്മത്തിൽ ചെയ്ത തപസ്സോ എത്ര ജന്മത്തിൽ ചെയ്ത സുഹൃതമോ അവർക്ക് ആ വസ്തു അത്ര സുലഭമായിട്ട് കയ്യിൽ കിട്ടി. ആ കിട്ടാത്ത ആളുകള് അനേക സഹസ്ര ജീവൻ മനോമയ മണ്ഡലത്തിൽ കിടക്കുന്ന ആളുകള് അവർക്ക് മനോമയമായ സൂക്ഷ്മമായ ഒരു മാർഗം വേണ്ടിയിരിക്കണം. അവരെ അറിയാതെ അവർ പോകേണ്ടിയിരിക്കണം. അറിഞ്ഞു പോകുന്നവരാണ് ജ്ഞാനികള്, അറിയാതെ പോകുന്നവരാണ് ഈ ഭക്തന്മാർ. നമ്മുടെ ഭഗവാൻ പറഞ്ഞു 2 മാർഗമുണ്ട്. ഒന്നില് ഞാൻ ആര് എന്ന് വിചാരം ചെയ്യുക, അല്ലെങ്കിൽ ശരണാഗതി ചെയ്യാന്ന്. ഈ ശരണാഗതിയുടെ മാർഗം തന്നെയാണ് യോഗമാർഗം എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ അവിടെ ഒരു മഹാശക്തിയുടെ കയ്യിൽ നിങ്ങളെ സമർപ്പിക്കുകയാണ്. ആ മഹാശക്തി പുറത്തല്ല. യു ആർ അറ്റ്ലീസ്റ്റ് സട്ടിൽ ഇനഫ് ടു ഒബ്സർവ് ദാറ്റ് പവർ ഇൻസൈഡ് യു. നിങ്ങൾ അതിന്റെ കയ്യിൽ നിങ്ങളെ കൊടുക്കുകയാണ്. പിന്നെ വണ്ടി മാറിക്കയറി എന്നർത്ഥം. പഴയ കാലത്തൊക്കെ പറയും, എറണാകുളത്തേക്ക് വരുമ്പോ ഷൊർണൂർ ഇറങ്ങി വണ്ടി കയറി ഇറങ്ങണം എന്ന് പറയും, ഇറങ്ങിക്കയറണം എന്ന് പറയും. തമാശ അങ്ങനെ പഴയ കഥയൊക്കെ ഉണ്ട്. അത് കോഴിക്കോട്ടുനിന്ന് എറണാകുളത്തേക്ക് വരുമ്പോ വണ്ടി ഇറങ്ങിക്കയറണം എന്ന് പറഞ്ഞു. അപ്പൊ ഷൊർണൂർ ഇറങ്ങിയിട്ട് അതേ വണ്ടി തന്നെ കയറി ഇത്രേ ഒരാള്. അതുപോലെ
നമ്മളുടെ ഉള്ളിലൊരു വണ്ടി ഓടണ്ടല്ലോ, മനസ്സെന്ന് പറയുന്ന വണ്ടി അല്ലേ? ആ വണ്ടി ഇറങ്ങി വേറെ ഒരു വണ്ടി നമ്മളുടെ ഉള്ളിൽ തന്നെ നമ്മൾ കാണും. ആ വണ്ടിയിലേക്ക് അങ്ങോട്ട് കയറും. അപ്പോഴാണ് ലിഫ്റ്റ് ആവണത്. അപ്പൊ മുമ്പ് തന്നെ എനിക്ക് തോന്നുന്ന ഒരു ഉദാഹരണമാണത്. പ്ലെയിനിൽ കയറി കഴിഞ്ഞാല് അതിന് ചക്രവും ചിറകും ഒക്കെ ഉണ്ട് പ്ലെയിന് അല്ലേ? നമ്മുടെ പ്ലെയിനിൽ കയറാത്ത ആളുകൾക്ക് തോന്നും ഈ ചക്രവും ചിറകും ഒക്കെ വളരെ മുഖ്യമാണെന്ന് തോന്നും. നമ്മൾ ഉള്ളിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ കാണാം ആദ്യം ഒരു മോട്ടോർ വണ്ടി തന്നെ, അത് ബഹളം കൂട്ടി റൺവേയിൽ ഓടുകയാണ് വളരെ വേഗത്തിൽ ഓടിക്കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് വേറെ ഒരു മോട്ടോർ പ്രവർത്തിക്കുന്നത് ഉള്ളിലിരിക്കുന്നവർക്കറിയാം, പുറത്തിരിക്കുന്നവർക്കറിയില്ല. പുറത്തിരിക്കുന്നവർക്കെല്ലാം ഒരേപോലെയാണ്. പ്ലെയിനിന്റെ ഉള്ളിലിരിക്കുന്നവർക്ക് കൃത്യമായിട്ട് അറിയാം ഒരു എക്സ്ട്രാ എഞ്ചിൻ സ്റ്റാർട്ടാവണത്. അത് സ്റ്റാർട്ടായി കഴിയുമ്പോൾ പതുക്കെ ഈ ചക്രമൊക്കെ ഉള്ളിലേക്ക് വലിക്കും. ആ ചിറകിന്റെ ആ ആടിക്കൊണ്ടിരിക്കുന്നതൊക്കെ ഉള്ളിലേക്ക് പോവും, ടേക്ക് ഓഫ് ആയി അല്ലേ? അപ്പൊ നമ്മുടെ മനസ്സ് ഇന്ദ്രിയങ്ങളൊക്കെ ഈ ചക്രവും ചിറകും ഒക്കെ പോലെയാണ്. ആ ടേക്ക് ഓഫ് ആവേണ്ട ടൈം ആയി കഴിയുമ്പോ മനസ്സ് ഇന്ദ്രിയങ്ങളും ഒക്കെ ഉള്ളിലേക്ക് വലിക്കും. അപ്പൊ വേറെ ഒരു എഞ്ചിൻ പ്രവർത്തിക്കും ഉള്ളിലും. ആ എഞ്ചിനാണ് യോഗികൾ കുണ്ടലിനി എന്ന് പറയണു, ചിത് ശക്തി എന്ന് പറയണു. ഭക്തന്മാര് ഭഗവാന്റെ കൃപാശക്തി എന്ന് പറയണു. ജ്ഞാനികളും അതിന് ചിത് ശക്തി എന്ന് പറയണു. ഉപനിഷത്ത് തന്നെ പറഞ്ഞു ഏതിനെ വരിച്ചാലാണോ അത് നമ്മളെ പിടിച്ച് കയറ്റേണ്ടത് ആത്മാവിനെ തന്നെ വരിക്കുമെന്ന് തോന്നുന്നു. യമേവൈഷ വൃണുത്തെ. ആ വരണീയമായ മാർഗമാണ്. ആ വരണീയമായ മാർഗമാണ്. അത് മനോമയമാണെങ്കിൽ നമ്മളൊക്കെ ഇപ്പൊ മനോമയത്തിലാണല്ലോ ഇരിക്കുന്നത്. സംസാരത്തിൽ ഇരിക്കണു, എന്തോ കുറച്ച് സത്സംഗം എന്ന് പറഞ്ഞ് കുറച്ചു നേരം കേൾക്കുന്നുണ്ട്, എന്തോ ഭാഗവത സപ്താഹം എന്ന് പറഞ്ഞ് ഇരിക്കണു, എന്തോ ബുദ്ധിമുട്ട് വിഷമങ്ങൾ വരുമ്പോ ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്, വിഷമത്തിൽ നിന്ന് കരകയറ്റണേ എന്ന് ഭഗവാന്റെ അടുത്ത് പറയുന്നുണ്ട്. ഇതൊക്കെ അവസാനം വെറുത്തു, മതിയായി. ഒരു പരമപദത്തിലേക്ക് പോകണം, ഒരു പരമലക്ഷ്യത്തിലേക്ക് പോകണം, ഈ ദുഃഖത്തിൽ നിന്നൊക്കെ വിമുക്തമാവണം, ശാന്തമാണെന്ന് തീരുമാനിച്ചു, വഴിയൊന്നും അറിയണമില്ല. അപ്പോ ഒരു ഉത്തമ ഭക്തന്റെ മാർഗം എന്താ എന്ന് വെച്ചാൽ, ഭഗവാനെ എനിക്ക് വഴിയറിയില്ല, അങ്ങ് കൂട്ടിക്കൊണ്ടുപോയിക്കൊള്ളാം. നമ്മൾ വാങ്ങിക്കുന്ന ടിക്കറ്റ് എന്താന്ന് വെച്ചാൽ, എനിക്ക് ഇവിടെ ഒന്നും ഇഷ്ടമാവണില്ല, എനിക്ക് ഭഗവാൻ വേണം. കുട്ടികൾക്ക് അറിയില്ലേ അമ്മ വേണം എന്ന് പറഞ്ഞിട്ട്, അമ്മയുടെ വില എന്താണ്, അമ്മ എവിടെ ഇരിക്കണു ഒന്നും കുട്ടിക്ക് അറിയണ്ട. കുട്ടി നിലവിളി കൂട്ടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അമ്മ എവിടെന്നെങ്കിലും വന്നാകണം, അല്ലെങ്കിൽ കുട്ടി ആരുടെ ഇൻചാർജിൽ ഇരിക്കണോ അവർ കൊണ്ടാക്കും അമ്മയുടെ അടുത്ത്. എന്ന് വെച്ചാൽ വെച്ച് പൊറപ്പിക്കാൻ പറ്റില്ല. പിന്നെ വേറെ എന്ത് വേണമെങ്കിൽ സഹിക്കാം, അത് വെച്ച് പൊറപ്പിക്കാൻ പറ്റില്ല. പിന്നെ ഏറ്റവും സുന്ദരമായ കുട്ടി, ഏറ്റവും രസിപ്പിച്ചിരുന്ന കുട്ടി കരയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആർക്കും സഹിക്കില്ല. അപ്പൊ തന്നെ അമ്മയുടെ അടുത്ത് കൊണ്ടാക്കും, ഇട്ടിട്ട് പോകും അല്ലേ? അതുപോലെയാണ് ഗുരുവും. ഈ ഗുരു എന്ന് പറയുന്നതൊക്കെ അതുപോലെ തന്നെ. അതുകൊണ്ട് ഈ ദുഃഖം വിഷമം വന്നു കഴിയുമ്പോ നമ്മളെ ഒരു പവർ ഇൻചാർജായിട്ടുള്ളിൽ നിന്ന് എടുക്കും. ആ ഇൻചാർജാണ് ഭഗവാന്റെ കൃപാശക്തി എന്ന് പറയണത്. ആ ഒരു ശക്തിയുടെ ഭാവത്തിന് സ്വായത്തം വെച്ചുകൊണ്ട് തന്നെയാണ് ഭഗവാൻ തന്നെ ഗീതയില് ആ ശക്തിയായിട്ടാണ് പറയണത്, ബ്രഹ്മമായിട്ടല്ല. ഈശ്വരനായിട്ടാണ് ഭഗവാൻ വർത്തമാനം പറയണത്. നല്ലവണ്ണം അറിഞ്ഞോളണം, ബ്രഹ്മമായിട്ടല്ല. ബ്രഹ്മം എന്ന് വെച്ചാൽ നിർഗുണം, നിരാകാര, നിത്യശുദ്ധ, ബുദ്ധമുക്ത സ്വഭാവമായ ചിദ്വസ്തുവാണ്. ഇവിടെ പുരുഷനായിട്ടാണ് ഭഗവാൻ പറയണത്. ഞാൻ നിന്നെ പിടിച്ചു പൊക്കിക്കൊണ്ടുപോവാമെന്നാണ്. നീ എനിക്ക് ശരണാഗതി ചെയ്യൂ, എന്നെ കൊണ്ട് സാധിക്കില്ലേ? തേഷാമഹം സമുദ്ധർത്ത മൃത്യു സംസാര സാഗരാത് ഭവാമി ന ചിരാത് പാർത്ത്. അധികം നേരമൊന്നാവില്ല എന്നാണ്. ചേരമാൻ പെരുമാളും സുന്ദരമൂർത്തി സ്വാമികളും കൈലാസത്തിലേക്ക് പുറപ്പെട്ടു. ഔവയാരുടെ അടുത്ത് പോയി പറഞ്ഞു, വൃദ്ധയാണ് പാവം, അവരുടെ അടുത്ത് പോയി പറഞ്ഞു, ഞങ്ങൾ കൈലാസത്തിലേക്ക് പോവാണ്, ഔവയാറും കൂടെ വരണം കൂടെ എന്ന് പറഞ്ഞു. എനിക്ക് ഗണപതിക്ക് പൂജ ചെയ്യാൻ ഞാനിപ്പോ. ഗണപതിയാണ് ഔവയാറുടെ ഇഷ്ടദേവത, ഗണപതിയാണ് ഗുരു. വിനായക രാഘവൽ എന്ന് പറഞ്ഞ് തമിഴിലെ ഔവയാറുടെ ഒരു കൃതിയുണ്ട്. യോഗശാസ്ത്രത്തിന്റെ മുഴുവനും ഉപനിഷത്താണത്. അതിൽ കാണാൻ നമുക്ക് ഗണപതി എന്ന് പറഞ്ഞ ചിലരൊക്കെ വളരെ എന്തോ ഒരു ബാലിശമൂർത്തി പോലെ പരിഹസിച്ചു പോലും എഴുതിയിട്ടുണ്ട്. കാണാം വിഘ്നേശ്വരൻ എത്ര വലിയ യോഗിയാണെന്ന് അതിൽ കാണും. എന്നുവെച്ചാൽ വിഘ്നേശ്വരനെയാണ് ഗുരുവായിട്ട് ആ അമ്മ വെച്ചുകൊണ്ടിരിക്കുന്നത്. ആ അമ്മയുടെ യോഗാനുഭവങ്ങൾ മുഴുവൻ ആ കൃതിയിലുണ്ട്, അഹ്വൽ.
അപ്പോ ഗണപതിയെ പൂജിക്കുകയാണത്രേ. ഈ കഥ ഇപ്പൊ നിങ്ങൾ എങ്ങനെ വേണമെങ്കിൽ എടുത്തോളൂ. അല്ല, ഞാൻ ഒരു ഉദാഹരണത്തിന് ഈ കഥ പറയാണ്. അവര് ഗണപതിയെ പൂജിച്ചുകൊണ്ടിരിക്കുകയാണ്. സുന്ദരമൂർത്തി സ്വാമികളും ചേരമാൻ പെരുമാളും പോയിട്ട് വിളിച്ചു കൈലാസത്തിലേക്ക്. പറഞ്ഞു, എനിക്ക് പൂജ കഴിയാതെ എനിക്ക് വരാൻ വയ്യ, ഈ പൂജ തന്നെയാണ് എന്റെ കൈലാസം, നിങ്ങൾ പോയിക്കോളൂ, ഞാൻ വന്നോളാന്ന്. അല്ല, ഇപ്പൊ വരികയാണെങ്കിൽ തേര്, രഥം, വിമാനം വന്നിട്ട് കൊണ്ടുപോവാൻ, നടന്നു വരണ്ടേ, വൃദ്ധയല്ലേ, സാരമില്ല നിങ്ങൾ പോയിക്കോളൂ, ഞാൻ പൂജ കഴിഞ്ഞിട്ട് വന്നോളാന്ന് പറഞ്ഞു. പൂജ കഴിഞ്ഞ് ഗണപതിയുടെ അടുത്ത് അവയാർ പറഞ്ഞു തരുന്നത്. അപ്പൊ അവര് വിമാനത്തിൽ പോയി ഞാൻ എന്ത് ചെയ്യും ചോദിച്ചത്, എലിയിൽ കയറി പോയിക്കോളൂന്ന്. ആ മൂഷികനിൽ കയറി വിമാനത്തിന്റെ മുമ്പിലെത്തിയത്രേ. ഇവര് പോകുമ്പോ പാർവതി പരമേശ്വരന്മാരുടെ കൂടെ അവയാരിക്കണമെന്നാണ് കഥ. എന്നുവെച്ചാൽ ഭഗവത് കൃപയ്ക്ക് ഒരു ചെറിയ മൂഷികനും മതി. നമുക്കതുകൊണ്ട് ഗുരു ആരാണ്, അയാൾക്ക് എത്ര യോഗ്യതയുണ്ടോ ഒന്നും നിങ്ങൾ നോക്കണ്ട. നമ്മൾക്ക് ഭക്തി ഉണ്ടോ, ഒരു മൂഷികൻ മതി നമ്മൾ അവിടെ കൊണ്ടെത്തിക്കാൻ. നമ്മൾക്ക് ഭക്തിയില്ലേ, ഗരുഡന്റെ മേലെ കയറിയാലും പോന്നും എത്തില്ല. ഏറ്റവും ഉത്തമ ഗുരുവിനെ കിട്ടിയാലും ഏറ്റവും വലിയ ജ്ഞാനിയെ കിട്ടിയാലും ഒന്നും എത്തില്ല. എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേണ്ടല്ലോ. നമ്മളുടെ അന്തര്യാമി പ്രസീതമായി അവിടെ എനിക്ക് ഈ പരമപദം വേണം, മുക്തി വേണം, ഭക്തി വേണം, ഭഗവത് പ്രാപ്തി വേണം എന്നുള്ള ഒരു ദാഹം വന്നുവെങ്കിൽ ഒരു എലിയുടെ മേലെ കയറി പോവാം. ശീഘ്രമാർഗമാണ്. അതാണ് ഭഗവാൻ ഗീതയിൽ തന്നെ പറഞ്ഞത്, നാ അതിചിരാത്ത് എന്നാണ്. വളരെ കാലമൊന്നും പിടിക്കില്ല, നീ ഭയപ്പെടൊന്നും വേണ്ട. നീ എന്നെ കൊണ്ടാവില്ല എന്ന് നിനക്ക് നല്ലവണ്ണം ബോധ്യായോ, ഞാൻ ഉണ്ടെന്ന് നിനക്ക് ഉറപ്പുണ്ടോ, സറണ്ടർ. എന്നെ കൊണ്ടാവില്ല എന്ന് പൂർണ്ണമായിട്ട് ബോധ്യമായിട്ടില്ല, നിങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്കിപ്പോ സംശയമുണ്ട്. എന്നാ കുറച്ച് സാധന ചെയ്യും. സാധന ചെയ്തിട്ട് രണ്ട് കാര്യം അറിയണം. ഒന്ന്, സാധന കൊണ്ട് നേടാൻ പറ്റില്ല എന്ന് നിനക്കറിയണം. രണ്ട്, ഞാൻ ഉണ്ട് എന്ന് നിനക്ക് ബോധ്യമാവണം. ഇത് രണ്ടും വരുന്നവരെ സാധന ചെയ്യും. ഇതിനാണ് സാധന. സാധന ചെയ്ത് എന്ത് മനസ്സിലായി, സാധന കൊണ്ട് സാധ്യമാവില്ല. പിന്നെന്താ, ഈ സാധന ചെയ്യുന്ന ഞാനെന്ന് പറയുന്ന അഭിമാനവും ഈ മനസ്സും അഹങ്കാരവും ഈ എനർജിയും ഒക്കെ പ്രവർത്തിക്കുന്ന യോ അന്തഃപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയതി ഒരു ഫോഴ്സ് ഉണ്ട് എന്ന് മനസ്സിലായല്ലോ. ആ അന്തഃപ്രേരകൻ ഒരാളുണ്ട് എന്ന് മനസ്സിലായല്ലോ. അപ്പൊ ഇനി ശരണാഗതി ചെയ്യും ആ ഫോഴ്സിന്. ആ ഫോഴ്സാണല്ലോ ഗർഭത്തിലിരിക്കുമ്പോ നോക്കിയത്. എനിക്ക് ഈ ഗുരു പറ്റില്ല, ഇന്ന ആളെ എനിക്കിഷ്ടമായില്ല, വേറെ ഒരാളെ, ഇതാണ് എന്റെ ഗുരു. ഇതിപ്പോ ആര് പറഞ്ഞു തന്നു? ഗുരു അല്ല നിങ്ങളെ സെലക്ട് ചെയ്തത്, നിങ്ങളാണല്ലോ ഇയാൾ ഗുരു എന്ന് പറഞ്ഞപ്പോ നിങ്ങളാണ് ഗുരു. ഗുരുവിന് എന്ത് പവർ? നിങ്ങളാണല്ലോ സെലക്ഷനും സർട്ടിഫിക്കറ്റും ഒക്കെ കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾ ഗുരുവിനേക്കാളും മേലെയാണ്. അപ്പൊ ഉള്ളിലൊരാളുണ്ട്, സർട്ടിഫൈയർ അല്ലേ, ഒരു തഹസിൽദാർ ഉള്ളിൽ ഇരിപ്പുണ്ട്, സീലടിച്ചിട്ടാണ്. അപ്പൊ നിങ്ങളുടെ ഉള്ളിലുണ്ട് ഗ്രീൻ സിഗ്നൽ തരുന്ന ആള്. ആ ശക്തിയെ വിശ്വസിച്ചൂടെ, കൊടുത്തൂടെ? ഡ്രൈവർ സീറ്റ് അദ്ദേഹത്തിന് കൊടുത്തൂടെ, അർജുനൻ കൊടുത്ത പോലെ? വളരെ കൺഫ്യൂസിംഗ് ആണ് മഹാഭാരത യുദ്ധത്തിന്റെ ഓരോ ദിവസം ഓരോ അറേഞ്ച്മെന്റ് ആണ്. അതിന്റെ ഇടയിൽ കൂടെ ഒക്കെ പോകണം. അർജുനൻ നിശ്ചിന്തനായിട്ടിരുന്നു. എന്താന്ന് വെച്ചാൽ ജഗദീശ്വരന്റെ കയ്യില് കുതിരവണ്ടി കൊടുത്തപ്പോ സ്വസ്ഥമായി. അതുപോലെ കൊടുത്തൂടെ? അപ്പൊ അദ്ദേഹം ഓടിച്ചുകൊണ്ട് പോയിക്കൊള്ളുമല്ലോ. അല്ലെങ്കിൽ ഈ രഥമൊക്കെ എങ്ങനെ കൊണ്ടുപോകും? ഇതിന്റെ ഇടയിൽ കൂടെ ഈ ശരീരമാവുന്ന രഥം എങ്ങനെ കൊണ്ടുപോകും? ഭാരതത്തിൽ മുഴുവൻ ഗീതാർത്ഥമുണ്ട്. ഗീതാർത്ഥ ഗന്ധോത്കടം എന്നാണ്. ഓരോ ശ്ലോകം എടുത്ത് മണത്തു നോക്കിയാലും ഭഗവത്ഗീത മണക്കും അത്രേ മഹാഭാരതത്തില്. ഓരോ ശ്ലോകം എടുത്ത് ഒന്ന് മണത്തു നോക്കിയാൽ മതി എന്നാണ്. ഗീതാർത്ഥ ഗന്ധോത്കടം. അപ്പോ ഉള്ളിലങ്ങനെ ഒരു അന്തര്യാമി ഉള്ളപ്പോ നമ്മളെന്തിനാ ഭയപ്പെടണം? ശരീരവും മനസ്സും നമ്മളുടെ വ്യക്തിത്വവും ഒക്കെ അതിനെ കൊടുത്ത് സ്വസ്ഥമായിട്ടിരുന്നൂടെ? ഇന്നലെ രാത്രി എണീക്കാൻ വയ്യ, സന്ധ്യാവന്ദനം ചെയ്യാൻ കട്ടിൽ നിന്ന് എണീറ്റ് ഇരുന്ന് സന്ധ്യാവന്ദനം പൂജാമുറിയിലോ എവിടെയെങ്കിലും ഇരുന്ന് ചെയ്യാൻ വയ്യ. അടുത്ത് തന്നെ ചെയർ കൊണ്ടുവരിച്ച് ഇരുത്തി
അർഘ്യം കൊടുത്ത് ഗായത്രി ജപമൊക്കെ കഴിച്ച് അവിടെ തന്നെ ഇങ്ങോട്ട് കിടന്നു. എന്നോട് അപ്പോഴും ചോദിച്ചു, പോവാൻ പറ്റില്ല, വിളിച്ചു പറയൂ എന്ന് പറഞ്ഞു എല്ലാവരും. അപ്പൊ ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഭഗവാൻ നല്ല ബിസിനസ്മാനാണ്. അദ്ദേഹത്തിന്റെ കാര്യം വരുമ്പോ അദ്ദേഹം ഒക്കെ ശരിയാക്കിക്കൊള്ളും. ഗ്യാപ്പ് വരുമ്പോഴേ നമ്മളെയൊക്കെ ബുദ്ധിമുട്ടിക്കുള്ളൂ. നമ്മൾ റെസ്റ്റ് എടുക്കുമ്പോഴേ ഈ പ്രാരബ്ധമൊക്കെ വരുള്ളൂ. നോക്കാം എന്നുവെച്ചാൽ ഒരാൾക്കും വിശ്വാസമായില്ല രാവിലെ എണീറ്റാൽ നടന്നു പോകാൻ പറ്റും. നടക്കാൻ വയ്യ. രാവിലെ എണീറ്റാൽ മാജിക് പോലെ നടന്നു. ഇങ്ങോട്ട് പോരുകയും ചെയ്തു, ഇവിടെ ഇരുന്ന് പറയുകയും ചെയ്തു. ഇന്നലെ പനിയും ഒക്കെ. അപ്പോ സാധിക്കില്ല എന്ന് പറയാതിരുന്നാൽ മതി. സാധിക്കുമെന്ന് പറയുക പോലും വേണ്ട. സാധിക്കില്ല എന്ന് പറയാതിരുന്നാൽ മതി. ദാറ്റ് വിച്ച് ഈസ് മാജിക് ടു ദ ഫൈനൈറ്റ് ഈസ് ലോജിക് ടു ദ ഇൻഫിനിറ്റ്. അരബിന്ദുവിന്റെ ഒരു വാക്കാണ്. നിങ്ങൾക്ക് മാജിക് ആയിരിക്കും, അത് ഭഗവാന് ലോജിക് ഉണ്ട്. എന്ന് വെച്ചാൽ യസ് സർവജ്ഞ സർവവിദ് യസ്യ ജ്ഞാനമയം തപഃ. ഇങ്ങനെയൊക്കെ പറയുന്ന ആൾ എവിടെയാ? ദിവ്യേ ബ്രഹ്മപുരേ ഹേഷ വ്യോമ്നി ആത്മാ പ്രതിഷ്ഠിത മനോമയ പ്രാണ ശരീരനേത. സർവജ്ഞൻ സർവവിത്ത് ജ്ഞാനമേ സ്വരൂപമായിട്ടുള്ളവൻ അവൻ എവിടെ ഇരിക്കണമെന്ന് വെച്ചാൽ മനോമയ എന്നാണ്. ഈ കൺഫ്യൂസിങ് മൈൻഡിന്റെ നടുവില് പ്രശാന്തമായി തനിയെ ഒരു സ്ഥലത്തല്ല, യുദ്ധഭൂമിയിൽ എല്ലാവരും ദുര്യോധനൻ, ദുശാസനൻ, കർണൻ, ശല്യർ എല്ലാ കുഴപ്പങ്ങളുടെ നടുവിലാണ് പ്രശാന്തമായിട്ട് യുദ്ധം ചെയ്യാതെ വസ്തു ഇരിക്കുന്നത്. അല്ലേ? അതൊരു സിമ്പൽ നോക്കൂ. നീലമേഘ ശ്യാമളൻ, അനന്തമായ വസ്തു, കയ്യിൽ ചാട്ടവാറും പിടിച്ച് തോത്രവേത്രയിക ബാണ യുദ്ധം ചെയ്യണില്ല. യുദ്ധത്തിന് മുഴുവൻ നടത്തിക്കണു, താൻ സാക്ഷി മാത്രം. എവിടെയാ ഈ കൺഫ്യൂഷൻ, കോംപ്ലക്സ് സിറ്റുവേഷന്റെ ഉള്ളിൽ. അതുപോലെ നമ്മൾ ജീവിതത്തിൽ കുടുങ്ങിക്കിടക്കുമ്പോ അറിഞ്ഞാൽ മതി, ഭഗവാനെ എന്റെ ശക്തി കൊണ്ട് പുറത്തു വരാൻ വയ്യ. പക്ഷെ ആരാണോ ഇതൊക്കെ ചെയ്യിപ്പിക്കണത്, കൺഫ്യൂഷൻ ഉണ്ടാക്കിയ ആൾക്ക് കൺഫ്യൂഷൻ ക്ലിയർ ചെയ്യാനും അറിയാം. അങ്ങോട്ട് കൊടുക്കുക, മിണ്ടാതെ കൊടുത്തിട്ട് കരയണമെങ്കിൽ അവിടെ കരഞ്ഞോളാം, പറയണമെങ്കിൽ അവിടെ പറഞ്ഞോളാം, പ്രാർത്ഥിക്കണമെങ്കിൽ അവിടെ പ്രാർത്ഥിച്ചോളാം. ഭക്തന്മാരൊക്കെ അത് കാണിച്ചു തന്നു നമുക്ക്. നമുക്ക് ജ്ഞാനികളെ പോലെ ശാന്തമായിട്ടിരിക്കാൻ അറിയില്ല എന്ന് അവർക്കറിയാം. ത്യാഗരാജസ്വാമികൾ ഓരോ കീർത്തനത്തിലും ഭാഗവതന്മാരിക്കുന്നുണ്ട്, അവർക്കറിയാം. ഓരോ കീർത്തനവും കംപ്ലൈന്റ് ആണ്. രാമന്റെ അടുത്ത് കാണിച്ചു തരികയാണ് നമുക്ക്. കംപ്ലൈന്റ് ആണ് ഓരോ കീർത്തനം. ഭക്തിയാണ്. സംഗീതം സെക്കൻഡറിയാണ്, ഭാഗവതമാണത്, ഭക്തിയാണ്. ത്യാഗരാജസ്വാമി തന്നെ പറയണു, സ്വരരാഗസുധാരസയുത ഭക്തി. ഭക്തിക്ക് വിശേഷണമാണത്. സ്വരരാഗസുധാരസയുത ഭക്തി. സ്വരരാഗസുധ അമൃതം, ആ രസം, ആ രസത്തോട് ചേർന്ന ഭക്തി. അതില്ലെങ്കിൽ സൂകരവൃത്തി എന്നാണ് പറഞ്ഞത്. അപ്പൊ അതൊക്കെ ഭക്തിക്ക് വേണ്ടിയിട്ടാണ്. ആ ഭക്തി എന്ത് ചെയ്തു? കരഞ്ഞ് പ്രാർത്ഥിച്ച് ഭഗവാന്റെ കയ്യിൽ കൊടുക്കണം. എന്നെ കൊണ്ട് പറ്റില്ല രാമ. ചെറിയ ചെറിയ കാര്യം പോലും ത്യാഗരാജസ്വാമി പറയണ്ട. എന്നെ അവർ ചീത്ത പറയണു, എനിക്കൊന്നും അറിയില്ല എന്ന് നാട്ടിലുള്ളവരൊക്കെ പറയണു. അത് തൊട്ട് ബ്രഹ്മവിദ്യ വരെ പറഞ്ഞിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ സ്വഭാവം. ഒരാൾ എപ്പോഴും ഒരേ ഉപനിഷത്ത് പറഞ്ഞുകൊണ്ടിരിക്കുമോ? ഞാനിപ്പോ ഗീത പറയും, രാവിലെ ആയാൽ ഉപനിഷത്ത് പറയും, സാധാരണ സമയത്ത് നാട്ടുവർത്തമാനം എന്തെങ്കിലും പറയും, വീട്ടിൽ പോയാൽ വീട്ടിലത്തെ പ്രശ്നങ്ങളെയൊക്കെ ചർച്ച ചെയ്യും, കുട്ടികളുടെ അടുത്ത് പോലെ ഇരിക്കും, ബന്ധുക്കളുടെ അടുത്ത് പോലെ ഇരിക്കും. എല്ലായിടത്തും പോയി ഉപനിഷത്ത് പറയോ? ഇല്ലല്ലോ. നമ്മളുടെ സ്വഭാവം, പ്രകൃതിയൊക്കെ പ്രവർത്തിക്കില്ലേ? ആ പ്രകൃതിയൊക്കെ ആണ് നമ്മളുടെ മനോമയ എന്ന് പറഞ്ഞത്. ആ മനോമയത്തിന്റെ ഉള്ളിലൂടെ ഉള്ള ഒരു യാത്രാ പദ്ധതി. ആ പദ്ധതിയാണ് ഭഗവാൻ ഈ അധ്യായത്തിൽ പറയാൻ പോണത്. വളരെ എളുപ്പം. ഇപ്പൊ ഈ ശ്ലോകങ്ങളും ഇതൊക്കെ നിങ്ങൾ പറഞ്ഞു വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാവാം. അതിനാണ് ആദ്യം പറയണത്. ആദ്യം നിങ്ങൾ ഒരു കാര്യം സ്വീകരിക്കണം. ഉള്ളില് ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. ലാസ്റ്റിൽ പറയാൻ പോണ കാര്യം ഇപ്പൊ പറയാണ്. ഹൃദയദേശത്തില് നമ്മളുടെ ഉള്ളില്
നമ്മളുടെ ശരീരത്തിന് ഉണ്ടാവാൻ മൂലകാരണമായിട്ടുള്ള വസ്തു, ഗർഭത്തിലിരിക്കുമ്പോൾ പരിരക്ഷണം ചെയ്ത വസ്തു, നമ്മൾ ഉറങ്ങുമ്പോൾ സ്വപ്നം കാണിച്ചുകൊണ്ടിരിക്കുന്ന വസ്തു, ഉറക്കത്തിന്റെ രൂപത്തിലിരിക്കുന്ന വസ്തു, വിശപ്പ്, ദാഹം, ഓർമ്മ, സങ്കല്പം, വികല്പം, എല്ലാത്തിനും ഊർജം കൊടുത്തുകൊണ്ടിരിക്കുന്ന ചൈതന്യം നമ്മൾ ഒരു ആണാണ്, സ്ത്രീയാണ്, മൃഗമാണ്, മനുഷ്യനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മളുടെ വ്യക്തിത്വം, നമ്മളുടെ ഇന്ദ്രിയങ്ങള്, ഇതൊക്കെ സഗുണമായിട്ടിരിക്കുമ്പോ ഈ സഗുണത്തിന് മൂല കാരണമായിട്ടിരിക്കുന്ന ഒരു സർവഗുണവുമുള്ള ഒരു സമഞ്ജസമൂർത്തി, ആ സമഞ്ജസമൂർത്തിയാണ് നമ്മൾ ഈശ്വരൻ എന്ന് പറയുന്നത്. അതാണ് ഭാഗവതത്തിലെ സമഞ്ജസത്വാ വിരഹയ്യകാംക്ഷ എന്ന് പറയുന്നത്. ആ സമഞ്ജസനല്ലാതെ എനിക്ക് വേറെ ഒന്നും വേണ്ടാതാണ്. ഭഗവാൻ എന്ന് സ്വീകരിക്കുമ്പോൾ സമഞ്ജസൻ, അവനെല്ലാം അറിയാം. തത്സൃഷ്ട്വാ തദേവാനുപ്രാവിശത് സത്സത്യക്ഷാഭവത് നിരുക്തം ച അനിരുക്തം ച നിലയനം ച അനിലയനം ച വിജ്ഞാനം ച അവിജ്ഞാനം ച സത്യം ചാനൃതം ച സത്യമഭവത്. എന്തൊക്കെയുണ്ടോ ഒക്കെ. നിരുക്തം ച അനിരുക്തം ച നിലയനം ച അനിലയം ച. ഇന്നതെന്ന് പറയാൻ പറ്റുന്നത്, പറയാൻ പറ്റാത്തത്, നിലനിൽപ്പുള്ളത്, നിലനിൽപ്പില്ലാത്തത്, സത്യം, കള്ളം, എല്ലാമായിട്ട് നിൽക്കുന്ന ഈ പ്രപഞ്ചം ഉണ്ടല്ലോ, ഈ പ്രപഞ്ചം മുഴുവൻ ആ മഹാശക്തിയുടെ സങ്കല്പത്തിന്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. നമ്മൾ ആ സങ്കല്പത്തിന്റെ, ആ ഡ്രീം, ഹിപ്നോട്ടിസത്തിന്റെ ഉള്ളിൽ പെട്ടവരാണ് നമ്മള്. ഹിപ്നോട്ടൈസർ ആണ് ഈശ്വരൻ. അത്രയൊക്കെ വലിയ ആളാണ്. എവിടെ പോയി കാണും? സുഹൃതം സർവഭൂതാനം. എല്ലാവർക്കും ഞാൻ ഫ്രണ്ടാണെന്ന് ഭഗവാൻ പറഞ്ഞു. ശരി, ആ ഫ്രണ്ട് എവിടെയുണ്ട്? അന്തര്യാമി ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. യഃ പൃഥിവ്യാം തിഷ്ഠൻ യഃ പൃഥിവ്യാഃ അന്തരോ യം പൃഥിവീന വേദ യസ്യ പൃഥിവീ ശരീരം യഃ പൃഥിവീം അന്തരോ യമയതി ഏഷത്തെ ആത്മാ അന്തര്യാമി അമൃതഃ. വേദം അന്തര്യാമി അധികരണം എന്ന് പറഞ്ഞു. എല്ലാവരുടെ ഉള്ളിലുണ്ട്, എല്ലാവരും അറിയണില്ല. ഭൂമിയുടെ ഉള്ളിലുണ്ട്, ഭൂമി അറിയണില്ല എന്ന് പറയണത് ഭൂമി ശ്വാസം വിടുന്നുണ്ട് എന്നാണ്. ഇക്വേറ്ററില് കുറച്ച് സെന്റിമീറ്റേഴ്സ് ഓരോ ദിവസവും പൊങ്ങി പൊങ്ങി താഴും അത്രേ. യഃ പൃഥിവ്യാം തിഷ്ഠൻ. നമ്മൾ നടക്കുമ്പോ ഇതിന് ജീവനുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ജീവൻ എന്ന് പറയുന്നത് നമ്മളൊരു അളവുകോല് വെച്ച് നമ്മൾ മാത്രമാണെന്നാണ് പറയണത്. അമ്മ എന്ന് പറഞ്ഞ് ഭൂമിയെ വിളിച്ച, അതൊക്കെ പഴഞ്ചന്മാര്, ബുദ്ധിയില്ലാത്തവര് ഈ മണ്ണിനെയൊക്കെ അമ്മ എന്നൊക്കെ വിളിക്കണം. ഭൂമിർധേനുർധരണീ ലോകധാരിണീ. വേദമാതാവ് സ്തുതിച്ചു ഭൂമിദേവിയെ, അല്ലെ? നമുക്കറിയേ അത് മണ്ണ്. ജീവൻ ഒരു കോൺസെപ്റ്റ് ഉണ്ടാക്കിയിരിക്കണം നമ്മൾ, എന്നെ പോലെ ഇരിക്കണം എന്ന്. അത് മനുഷ്യ സ്വഭാവമാണ്, പ്രകൃതി, അഹങ്കാരമാണ്. ഏറ്റവും നല്ലവൻ ആരാണ്? മനുഷ്യൻ. അതിലും ആരാണ്? ഇന്ത്യയിൽ ജനിച്ചിട്ടുണ്ടാവണം. അതിലാരാണ്? ബ്രാഹ്മണനായിരിക്കും. അതും തമിഴ് ബ്രാഹ്മണനായിരിക്കണം. അതും പാലക്കാട് ജനിച്ചിട്ടുണ്ട്. എന്താ കാര്യം? ഞാൻ അവിടെയാണ്. എന്താണ് ഇത്? നമ്മളുടെ സ്വഭാവമാണ്, പ്രകൃതിയാണ്. നമ്മൾ നമ്മളെ മാത്രമേ കാണുള്ളൂ. അതിനും ജ്ഞാനമാണ് കാരണമെന്നാണ് ശ്രുതി പറയണത്. എന്ന് വെച്ചാൽ നമുക്ക് അനുഭവം നമ്മളെ മാത്രമേ ഉള്ളൂവേ. അതുകൊണ്ട് എന്തിനേയും നമ്മൾ നമ്മളുടെ അടുത്തേക്ക് കൊണ്ടുവരും. ജ്ഞാനം തന്നെയാണ് പുറമേക്ക് അജ്ഞാനമായിട്ട് തോന്നണത്. വ്യവഹരിക്കുമ്പോൾ അജ്ഞാനമായിട്ട് തീരുമെന്നല്ലാതെ അതിനെ വേണ്ട വിധത്തിൽ അറിഞ്ഞാൽ അത് ജ്ഞാനമാണെന്ന് അറിയും നമ്മൾ. ആട്ടെ, എല്ലാവരുടെ ഉള്ളിലുമുള്ള ഈ ഈശ്വരൻ അന്തര്യാമി. ഞാനിപ്പോ പറയണത് ബ്രഹ്മത്തിനെ അല്ല, ആത്മാവിനെ അല്ല, എല്ലാമായിട്ടുള്ള വസ്തു, ഒന്നുമല്ലാത്ത വസ്തുവാണ് ബ്രഹ്മം. ഒരേ വസ്തു തന്നെയാണ്, രണ്ട് ഡയമെൻഷനിൽ കാണും. വെൻ യു സീ ഇറ്റ് ഫ്രം ദ വേൾഡ്, ഇറ്റ് ഈസ് ഈശ്വര. വെൻ യു സീ ഇറ്റ് ആസ് ഇറ്റ് ഈസ് ബ്രഹ്മൻ. വെൻ യു സീ ഇറ്റ് ഫ്രം ദ വേൾഡ്, യു നീഡ് ഭക്തി. വെൻ യു സീ ഇറ്റ് ആസ് ഇറ്റ് ഈസ്, യു നീഡ് നത്തിങ് ഫ്രം ഔട്ട്സൈഡ്. യു ആർ യുവർ സെൽഫ് ദ ട്രൂത്ത്. നിങ്ങൾക്ക് ആ വസ്തുവിനെ അതായിട്ട് തന്നെ കാണുമ്പോൾ ജ്ഞാനം, അതിന് പുറത്തുനിന്നൊന്നും വേണ്ട. നിങ്ങൾ ലോകത്തിൽ ഇരുന്നു കൊണ്ട് കാണുമ്പോ ഭക്തി. എന്താന്ന് വെച്ചാൽ അത് മനോമയം, ഒക്കെ ഞാനൊന്നുണ്ട്, അതൊന്നുണ്ട്, അതിൻ്റെ ഉള്ളിലുണ്ട്, ആ ഫോഴ്സ്, ശക്തി ഒക്കെ സ്വീകരിക്കേണ്ടി വരും. രാമകൃഷ്ണദേവൻ പറയും, വിവേകാനന്ദ സ്വാമി
കുറെ യുക്തിവാദമൊക്കെ ചെയ്ത് ഒരു വശത്ത് അദ്ദേഹത്തിന് കുറച്ച് വേദാന്തമൊക്കെ ഇഷ്ടമാണ്. ആദ്യമൊന്നും അതും ഇഷ്ടമായിരുന്നില്ല, യുക്തിവാദിയായിരുന്നു. പിന്നെ കുറച്ച് രാമകൃഷ്ണദേവന്റെ അടുത്ത് കൂടി കുറച്ച് ഇതിലൊക്കെ വിശ്വാസവും ശ്രദ്ധയൊക്കെ വന്നു. എങ്കിലും ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ബ്രഹ്മവിദ്യ കുറച്ചൊക്കെ മനസ്സിലായി, യുക്തിക്ക് തെളിയണത് കൊണ്ട് മനസ്സിലായി. ഒരു സ്റ്റേറ്റിൽ രാമകൃഷ്ണദേവൻ പറഞ്ഞു, എനിക്ക് ഈ വിഷമമൊക്കെ വരാൻ കാരണം എന്താ അറിയോ എന്ന് വെച്ചാൽ കുടുംബത്തിലെ ബുദ്ധിമുട്ട്, എല്ലാം മായയാണെന്ന് പറഞ്ഞു. ഒക്കെ മനസ്സിലായി, മിഥ്യയാണെന്നൊക്കെ അറിഞ്ഞു. പക്ഷെ അമ്മയ്ക്ക് ഉണ്ണാൻ വകയില്ല. ഒരു സഹോദരി സൂയിസൈഡ് ചെയ്തു. ബന്ധുക്കളൊക്കെ കുടുംബത്തിനെതിരെ കേസ് കൊടുത്തു. മഹാത്മാക്കളുടെ പൂർവ്വചരിത്രമാണതൊക്കെ. നമ്മൾ വിചാരിക്കണം അവരൊക്കെ വളരെ എളുപ്പത്തിൽ അങ്ങനെ ജ്ഞാനികളായിട്ട് മഹാത്മാക്കളായിട്ട് വന്നു എന്നാണ്. 2 വർഷം എവിടെയെങ്കിലും ഒരു കോഴ്സ് പഠിച്ചാൽ ഉടനെ നമ്മൾ ഇന്ന് ആചാര്യനും ഗുരുവൊക്കെ ആവാൻ എളുപ്പമാണ്. ഇപ്പോ അനുഭവവും വിഷമവും ഒന്നും ആവശ്യമില്ല. അതിന്റെ കുറവ് നമ്മൾ കാണും. ആ മഹാപുരുഷന്മാരുടെ ഒക്കെ ജീവിതം നോക്കിയാൽ എവരി സെയിന്റ് ഹാഡ് എ പാസ്റ്റ്, സോ ടു എവരി സിന്നർ ഹാസ് എ ഫ്യൂച്ചർ. ഏറ്റവും വലിയ മഹാത്മാക്കളുടെ പൂർവ്വം നോക്കിയാലും വല്ലാത്ത വിഷമങ്ങളും ദുഃഖങ്ങളും പലതും കാണാം. ഇത്രയും വിഷമങ്ങൾ കുടുംബത്തിൽ ഉണ്ണാനില്ല. വിശന്ന് വലഞ്ഞ് ഒരു ദിവസം നടക്കുമ്പോ മഴ പെയ്ത് ഇടിവെട്ടുകയാണ്. ഒരു വീട്ടിന് മുമ്പിൽ മയങ്ങിക്കിടന്നു. എല്ലാം തെളിഞ്ഞു, ഇത് മുഴുവൻ മിഥ്യയാണ്, മായയാണ്. ഇപ്പൊ തന്നെ സന്യസിക്കാൻ പോവാണെന്ന് തീരുമാനിച്ചു. അപ്പൊ രാമകൃഷ്ണദേവന്റെ അടുത്ത് പറഞ്ഞിട്ട് പോവാനായിട്ട് വന്നപ്പോ ശ്രീരാമകൃഷ്ണ പരമഹംസർ കൈ പിടിച്ച് രാംപ്രസാദിന്റെ ഒരു പാട്ട് പാടി. എന്നെ എനിക്ക് നഷ്ടപ്പെടാൻ പോവാണോ എന്നുള്ള മട്ടില് ഒരു പാട്ട്. അപ്പൊ തന്നെ രാമകൃഷ്ണദേവന് താൻ എന്ത് തീരുമാനിച്ചിരിക്കണോ എന്നുള്ളത് മനസ്സിലായി. രാമകൃഷ്ണദേവൻ വിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ പൂർണ്ണമാവാതെ ഗുരു വിടുവോ? സന്യാസം എന്ന് പറഞ്ഞ് പുറപ്പെട്ടു പോയാൽ ജ്ഞാനിയാവുമോ? അതുകൊണ്ട് വിട്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ കുറച്ചു നേരം ആ അവസ്ഥ ഉണ്ടായിരുന്നു. പിന്നെയും വീട്ടിലേക്ക് പോയി. വീട്ടിൽ പോയാൽ ജ്ഞാനം പൂർണ്ണമായി ശരി എല്ലാം ഇട്ടിട്ട് പോയി. ഇയാൾ പൂർണ്ണ ബ്രഹ്മനിഷ്ഠനായാൽ പുറത്തുപോയി. ഇയാൾക്ക് ജ്ഞാനം ബുദ്ധിയിൽ തെളിഞ്ഞു. ഇവിടുത്തെ കുഴപ്പങ്ങളൊക്കെ മുമ്പിലുണ്ട് താനും. ഇത് ഉപേക്ഷിക്കാനും വയ്യ. ഇയാൾ എന്ത് ചെയ്യും? ഒരു മുസ്ലിം എന്നടുത്ത് ചോദിച്ചു, നിങ്ങളുടെ ഈശ്വരന് ഭർത്താവ്, ഭാര്യ, കുട്ടികളൊക്കെ ആയിട്ടിരിക്കുന്നത് എന്ത് ഈശ്വരൻ? അപ്പൊ ഞാൻ അയാളോട് ഈ കാര്യമൊക്കെ പറഞ്ഞു, ഈശ്വരൻ ഇതൊന്നും ഇല്ലെങ്കിൽ അയാളുടെ അടുത്ത് പോയി നിങ്ങൾ ഇതിന്റെ ബുദ്ധിമുട്ടൊക്കെ എങ്ങനെ പറയും? ഇതിന്റെ ബുദ്ധിമുട്ടൊക്കെ നിങ്ങൾ എങ്ങനെ പറയും? ഭാര്യ, കുട്ടികള്, ഈശ്വരൻ എപ്പോ ഇതൊക്കെ ഉണ്ടോ അയാളുടെ അടുത്ത് പോയി നിങ്ങൾ ഇതൊക്കെ പറയൂ. അയാളെല്ലാമാണ്. നമ്മളുടെ ഈശ്വരൻ എന്തല്ല? അമ്മയാണ്, അച്ഛനാണ്, ഭർത്താവാണ്, ഭാര്യയാണ്, കുട്ടിയാണ്, നമ്മൾ കുട്ടിയാണ്. എന്തു ഭാവത്തിലാണ് പുരാണങ്ങൾ നമുക്ക് കാർട്ടൂൺ പോലെയോ അമർചിത്ര കഥയിലോ ഒക്കെ വരുമ്പോൾ നമുക്ക് അതിന്റെ ഗാംഭീര്യം ചിലപ്പോൾ മനസ്സിലാവില്ലായിരിക്കാം. അതിനെ വേറെ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കിക്കഴിയുമ്പോഴാണ് വേദാന്തത്തിന്റെ സമ്പൂർണ്ണ ആവിഷ്കരണമാണ് പുരാണങ്ങളിൽ കാണുന്നതെന്ന് അറിയാം. ഏറ്റവും പ്രാകൃതമായ തലത്തിലേക്ക് വരെ ഈശ്വര അവതാരം എന്ന് പറഞ്ഞ് ചളിയിൽ പൊളഞ്ഞു കിടക്കുന്ന പന്നി വരെ, കൃഷ്ണാവതാരം വരെ, രാമാവതാരം വരെ, പ്രാകൃതമായ ലീലകള്, പരമപുരുഷാർത്ഥ ഉപദേശം. എന്തിനാ? അതാണ് ഈശ്വരൻ. നീ ഈശ്വരൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് വെച്ചിട്ട് അദ്ദേഹം അനങ്ങാതിരിക്കണം, മൂച്ചു വിടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ അല്ലേ? നമുക്കിപ്പോ സ്വാമിമാരെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അവർ അനങ്ങാതിരുന്നാൽ നല്ല സ്വാമി, ഭക്ഷണം കഴിക്കാതിരുന്ന ഉത്തമ സ്വാമി, ശ്വാസം വിട്ടിട്ടില്ലെങ്കിൽ അത്യുത്തമം. നമുക്ക് ഭഗവാൻ അതുകൊണ്ടാണ്, ഭഗവാൻ മുമ്പിൽ വരാത്തത് കൊണ്ടാണ് ഇത്രയെങ്കിലും ഭക്തന്മാരൊക്കെ. മുമ്പിൽ വന്നപ്പോ ആര് വിശ്വസിക്കും? അപ്പോ ആ സർവേശ്വരൻ നമുക്ക് വേണ്ടിയിരിക്കണം, മനോമയനായ ശക്തി. അപ്പൊ രാമകൃഷ്ണദേവൻ എടുത്തു പോയി വിവേകാനന്ദ സ്വാമി പറഞ്ഞ് കരയണു, കുടുംബത്തിലത്തെ വിഷമമൊക്കെ. ഇതൊക്കെ ഒന്ന് ശരിയാക്കി തന്നൂടെ? അപ്പൊ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യൂ, ദേവിയുടെ അടുത്ത് പോയി പറഞ്ഞിട്ട് വരുമോ.
നേരെ കാളി കോവിലിൽ പോയ ഉടനെ ഉള്ളിൽ ഭക്തിയുണ്ട്. അമ്മേ, എനിക്ക് ഭക്തി, ജ്ഞാനം, വൈരാഗ്യമൊക്കെ തരൂ എന്ന് പറഞ്ഞിട്ട് വന്നു. രണ്ടാമത് ചോദിച്ചു. എനിക്ക് അവിടെ പോയി ഒന്നും ചോദിക്കാൻ തോന്നിയില്ല. മഠയൻ കുടുംബത്തില് വിഷമം ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് ഇരിക്കുമ്പോ ഭക്തി, ജ്ഞാനവും വൈരാഗ്യമൊക്കെയാണോ ചോദിക്കും? പോയി ചോദിച്ചിട്ട് വരും. പിന്നെയും പോയിട്ട് ഇതന്നെ ചോദിച്ചിട്ട് തിരിച്ചു വന്നു. അപ്പൊ രാമകൃഷ്ണദേവൻ പറഞ്ഞു, എന്നെ കൊണ്ട് പറ്റില്ല. എനിക്ക് ഈ വിഷമം വരാൻ കാര്യം എന്താ അറിയോ? ശക്തിയെ നീ സ്വീകരിക്കാത്തോണ്ടാ. അത് സ്വീകരിക്കേണ്ടിയിരിക്കണം. കാരണം എനിക്ക് കൈയുണ്ടെങ്കിൽ ഭഗവാന് കൈയുണ്ടാവണം, എനിക്ക് കാലുണ്ടെങ്കിൽ ഭഗവാന് കാലുണ്ടാവണം, എനിക്ക് വയറുണ്ടെങ്കിൽ ഭഗവാന് വയറുണ്ടാവണം, എനിക്ക് മനസ്സുണ്ടെങ്കിൽ ഭഗവാന് മനസ്സുണ്ടാവണം, എനിക്ക് ഇന്ദ്രിയങ്ങളുണ്ടെങ്കിൽ ഭഗവാന് ഇന്ദ്രിയങ്ങൾ ഉണ്ടാവണം, എനിക്ക് ബുദ്ധി ഭഗവാന് ബുദ്ധി ഉണ്ടാവണം, ഞാനൊരു വ്യക്തിയാണെങ്കിൽ ഭഗവാൻ വ്യക്തിയായിരിക്കണം. അപ്പോഴേ എനിക്ക് ബന്ധപ്പെടാൻ പറ്റുള്ളൂ. അപ്പൊ ഭഗവാന്റെ വ്യക്തിത്വത്തിനോട് ഞാൻ എന്തിനു ബന്ധപ്പെടുന്നു? അവന്റെ വ്യക്തിത്വത്തിനോട് ബന്ധപ്പെട്ടാൽ അവസാനം എനിക്ക് മനസ്സിലാവും, എനിക്കും വ്യക്തിത്വമില്ല, അദ്ദേഹത്തിന് വ്യക്തിത്വമില്ല എന്ന് മനസ്സിലാവും. ഞാനും ഇല്ല, നീയും ഇല്ല എന്ന് മനസ്സിലാവും. നത്വം നചാഹം നചായം പ്രപഞ്ച. ഇതാണ് മനോമയ മാർഗം. ഇവിടെ എനിക്ക് വ്യക്തിത്വമുണ്ട്, എല്ലാം അറിഞ്ഞുകൊണ്ട് ഞാൻ വ്യക്തിത്വം ഇല്ല എന്നുള്ള സിദ്ധാന്തം എനിക്ക് സഹായിക്കില്ല. എനിക്ക് വ്യക്തിത്വമുണ്ട്, ഞാൻ മനോമയമായിട്ടിരിക്കണു, ഇന്ദ്രിയ മണ്ഡലങ്ങൾ നിൽക്കണു, ശരീരാഭിമാനിയായിട്ട് ഇരിക്കുമ്പോ അതിന്റെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമ്മളെ വറുത്തെടുക്കുമ്പോ അതേപോലെ കരയാനൊരു സ്ഥലം വേണ്ടേ, ഒരു ആലംബം വേണ്ടേ? ആരെടുത്ത് പോയി കരയും? നാട്ടിൽ ആരെടുത്ത് പോയി പറയും? കാഞ്ചി പരമാചാര്യണ്ട ഒരു ഭക്തൻ പോയി, പെരിയവാ കണ്ണേ കാണാൻ മാട്ടേங்கிறது പെരിയവാ, അനുഗ്രഹം പണ്ണം പെരിയവാ. 9 വയസ്സാണവർ. പെരിയവാ എന്നെ പണ്ണാണ് കണ്ണാടി അകത്ത് കാട്ടിപ്പാർ, പൊട്ട കണ്ണ്, ഒരു കണ്ണ് ഓപ്പറേഷനായി അദ്ദേഹത്തിന് കാണാതായിരിക്കണു. കണ്ണാടി അഴിച്ച് കാണിച്ചിട്ട് എന്താ പൊട്ട കണ്ണ്, ഞാൻ ഉനക്ക് എന്നത്തെ ആശീർവാദം പണ്ടത്, ഞാൻ നിനക്ക് എന്താ കാര്യം ചെയ്യുന്നു എന്നുവെച്ചാൽ ലോകത്തില് എവിടെ പോവും? അപ്പോ മനുഷ്യരൂപത്തിൽ വന്നു കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് നമ്മൾ സന്യാസികളാണെങ്കിലും മഹാത്മാക്കളാണെങ്കിലും അവരും മരിച്ചു കഴിഞ്ഞാല് നമ്മൾക്ക് ഈ വിഗ്രഹമൊക്കെ ഉണ്ടാക്കുക, ഫോട്ടോ ഒക്കെ ഇപ്പോഴാണല്ലോ വന്നത്. സമാധി വെച്ചാൽ ഒരു ശിവലിംഗ പ്രതിഷ്ഠയുള്ളൂ. വൈഷ്ണവ സാധുക്കളാണെങ്കിൽ ഒരു തുളസി തീർത്തു. എന്താന്ന് വെച്ചാൽ അവരെയും ഭഗവാനായിട്ട് കണ്ടിട്ട് വേണം ആരാധിക്കാൻ എന്നാണ്, ആ വ്യക്തികളുടെ രൂപത്തിലല്ല. എന്നുവെച്ചാൽ വ്യക്തികളുടെ രൂപത്തിൽ നമ്മൾ കാണും തോറും നമുക്ക് കുറവ് തോന്നും. ഭഗവാനായിട്ട് കണ്ടിട്ട് വേണം. എന്താന്ന് വെച്ചാൽ അവരതിനെ കടന്നുപോയ മഹാത്മാക്കളായിരിക്കും. പക്ഷെ നമ്മളുടെ ഉള്ളിൽ കുറവുണ്ട്. രമണാശ്രമത്തില് ഭഗവാന്റെ നിർവാണ റൂം 9 മണിയായി. സമാധി കഴിഞ്ഞ റൂമില് ഭഗവാന്റെ ഒരു ഫോട്ടോ വെച്ചിരുന്നു. അടുത്ത കാലത്താണ് ആ ഫോട്ടോ കൊണ്ടുവന്ന് വെച്ചത്. മുമ്പൊക്കെ സാധാരണ ഒരു ഫോട്ടോ വെച്ചിരുന്നു. അവസാനം ആരുടെ ബുദ്ധിയിൽ തോന്നിയതാണ്, ക്യാൻസർ ആയിട്ട് കയ്യില് കെട്ടൊക്കെ ഇട്ടിരിക്കുന്ന ഒരു ഫോട്ടോ, ഒരു പടം. ആ പടം അവിടെ കൊണ്ടുവച്ചു. നമുക്ക് തന്നെ കാണുമ്പോൾ കുറെ വിഷമം തോന്നും. ഒരു കൊച്ചുകുട്ടി എന്റെ അടുത്ത് ചോദിച്ചു, ഭഗവാനാണെന്ന് പറയണു, അദ്ദേഹത്തിന്റെ കയ്യിലൊക്കെ എങ്ങനെ വ്യാധി വരും, രോഗം എങ്ങനെ വരും? ചോദ്യം വളരെ സാധാരണ ലെവലിൽ നിന്നാണെങ്കിൽ വളരെ ഗംഭീരമായ ഒരു കാര്യമാണ്. എന്നുവെച്ചാൽ ഭഗവാൻ എന്ന് പറയുന്ന കുട്ടിയുടെ ഉള്ളിലുള്ള ആശയം അനാമയമായ തത്വമാണ്. രോഗം വരാത്തത്, മരണം വരാത്തത്, ആ കുട്ടിക്ക് ഈ അദ്ദേഹത്തിന്റെ ശരീരമല്ല, അദ്ദേഹം ജ്ഞാനസ്വരൂപനാണ്, ശരീരത്തിന്റെ വ്യാധിയൊന്നും അദ്ദേഹത്തിനെ ബാധിക്കില്ല, ഇതൊന്നും ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ഇതൊന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. കുട്ടിയുടെ ദൃഷ്ടിയിൽ ഭഗവാനാണ്. ഭഗവാൻ എങ്ങനെ വ്യാധി വന്നു? ഞാൻ എന്ത് ഉത്തരം പറഞ്ഞു കൊടുക്കും? നമ്മൾക്ക് അദ്ദേഹം ഭഗവാനാണ്, ബ്രഹ്മജ്ഞാനിയാണ്, ജീവൻ മുക്തനാണ്, പൂർണ്ണ വസ്തുവാണ്. പക്ഷേ ഒരു കൊച്ചുകുട്ടിയുടെ ദൃഷ്ടി, ഈ ദൃഷ്ടി എല്ലാവരുടെ പ്രാകൃതന്മാരുടെ ഉള്ളിലൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് ലൗകികമായ ഒരു രൂപവും വെക്കാതെ അലൗകികമായ രൂപത്തിനെ തന്നെ നമ്മളുടെ മുമ്പിൽ തരുന്നത്. കേരളത്തിലൊരു സമ്പ്രദായമുണ്ട്. വിഷ്ണു ക്ഷേത്രം ആണെങ്കിൽ ശംഖചക്ര ഗദാപാണിയെ പ്രതിഷ്ഠിക്കുള്ളൂ, കൃഷ്ണനായിട്ടൊക്കെ അലങ്കാരമേ ഉള്ളൂ. അതുപോലും പ്രതിഷ്ഠിക്കില്ല. ഇവിടെ അലങ്കാരമേ ഉള്ളൂ.
പഴയ ശാസ്ത്രം അങ്ങനെയാണ്. ഇപ്പൊ കുറച്ച് മാറ്റി പ്രതിഷ്ഠിക്കുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ ആ മൂർത്തികളെ പ്രതിഷ്ഠിക്കുമ്പോൾ ഒരു കുറവും തോന്നില്ല. അതിന് വ്യാധി വരില്ല, അതിനൊരു കഥയില്ല, ഭൂമിയിൽ ജനിച്ച കഥ ഉണ്ടാവാൻ പാടില്ല, ഇവിടുത്തെ പ്രാകൃതമായ ഒന്നും ഉണ്ടാവാൻ പാടില്ല. എന്തിനാന്ന് വെച്ചാൽ ബ്രഹ്മത്തിന്റെ ഒരു സിമ്പൽ മാത്രമാണ് ഈശ്വരൻ. ഒരു സിമ്പലാണത്. നിർഗുണം നിരാകാരമായ വസ്തുവിന് ഒരു രൂപം കൊടുത്തു. അത് സർവജ്ഞനാണ്, സർവശക്തനാണ്, സമഞ്ജസമൂർത്തിയാണ്. ആ ശക്തിയെ അംഗീകരിച്ചുകൊണ്ട് ഇപ്പൊ ഇന്നത്തെ പ്രഭാഷണം എന്ന് പറയുന്നത് എല്ലാ ദിവസവും കേട്ടവർക്കും ഒരു പുതിയ വിഷയമായിരിക്കും. ഈശ്വര തത്വം പറയേണ്ടിയിരിക്കണം ഈ അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ്. കാരണം മനോമയ മാർഗത്തിലാണ് ഭക്തി നിൽക്കുന്നത്. തെളിഞ്ഞ ചിന്മാർഗത്തിലാണ് ജ്ഞാനം നിൽക്കുന്നത്. ജ്ഞാനത്തിൽ കൺഫ്യൂഷനേ ഇല്ല. ആർക്കും അറിയാൻ കഴിയോ? ഇങ്ങനെ അറിയാം. തെളിവ് അത്ര തെളിവാണതില്. ഭക്തിമാർഗം യോഗമാർഗമൊക്കെ മനോമയ മണ്ഡലങ്ങളാണ്. അതുകൊണ്ട് അതിന് കുറഞ്ഞുപോയി എന്നർത്ഥമില്ല. അധികം പേരും അതിനെ ഉള്ളവരാണ്, ആ മനോമയ മാർഗത്തിൽ പോകാനുള്ളവരാണ്. അതുകൊണ്ട് ആ മാർഗത്തിനെയും അംഗീകരിക്കേണ്ടിയിരിക്കണു. ആ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു വഴി മഹാത്മാക്കളൊക്കെ വന്നിരിക്കുന്നത് പോലും ആ മാർഗത്തിൽ തന്നെയാണ്. ജ്ഞാനികൾ പോലും ജ്ഞാനം തെളിഞ്ഞ് അനുഭവിക്കുന്നതിന് മുമ്പ് ഈ മാർഗത്തിൽ വന്നവരാണ്. അതുകൊണ്ട് ഈ ക്രമമാർഗം, ഭക്തിമാർഗം, അതിന്റെ ഒരു പ്രതിപാദനമാണ് ഈ അധ്യായത്തിൽ വരാൻ പോണത്. അതിൽ യോഗമും വരും. നോക്കാം നമ്മള്. യോഗമും ഭക്തിയും, ഭക്തിയുടെ അനുകൂലമായിട്ട് നിൽക്കുന്ന യോഗം, ഇതാണ് നമ്മൾ കാണാൻ പോണത്. സർവേപി സുഖിനഃ സന്തു സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത് യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിദസ്തി യഥാ തവേഷ്ടം കുരു മാം തഥൈവ ത്വാം ആത്മനാഥം രമണം.